ദേശത്തോട് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത അരുളപ്പാടുകൾ, ദൈവിക സന്ദേശങ്ങൾ ഈ ദേശത്തോട് വിളിച്ചറിയിപ്പാൻ കർത്താവ് ഈ തുമ്പമൺ ദേശത്തെ ദൈവം സ്നേഹിക്കുന്നതോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ അങ്ങനെ പറഞ്ഞതിന്റെ കാരണം, ഇനി ഒരിക്കൽ ഈ ദൈവവചനം കേൾക്കാൻ കഴിയാത്ത ഒരു കാലം വരാൻ പോവുകയാണ്. സമുദ്രത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ മനുഷ്യൻ ഉഴന്ന് ചെന്നാൽ ദൈവത്തിന്റെ വചനം അന്വേഷിച്ച് അലഞ്ഞു നടക്കും, കണ്ടുകിട്ടുകയില്ല താനും എന്ന ആമോസ് പ്രവാചകന്റെ നാവിൽ കൂടെ വിളിച്ചറിയിക്കപ്പെട്ട പ്രവചനത്തിന് നിവർത്തി വരുവാൻ അധിക താമസമില്ല. അതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുമ്പോൾ വല്ലാതെ തോന്നുകയും ജനാലകൾ കൊട്ടിയടക്കുകയും സീരിയലുകൾ വെച്ചിട്ട് സൗണ്ട് കൂട്ടിയടിക്കുകയും ചെയ്യുന്ന അനേക ശബ്ദ പരിധിയിൽ അനേകൾക്കുണ്ടാകും. എന്നാൽ ഈ സന്ധ്യയിൽ കേൾക്കുന്ന ദൈവ ശബ്ദത്തിന് മുമ്പിൽ നിങ്ങൾ കാതുകളെ തുറന്നു കൊടുക്കുമെങ്കിൽ ഈ ദൈവികാലോചന തുമ്പമൺ ദേശത്തിന് വലിയ അനുഗ്രഹമായി തീരും എന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഇന്ന് രാത്രിയിലെ ദൈവവചന ചിന്തയ്ക്കാധാരമായി വിശുദ്ധ തിരുവെഴുത്തിൽ നിന്ന് ഒരു വേദഭാഗം വായിച്ച് ദൈവവചനത്തിലേക്ക് കടപ്പാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. വായിക്കുന്ന വേദഭാഗങ്ങളെല്ലാം മൈക്കിൽ കൂടെ വായിച്ച് സഹായിക്കും. വായിക്കാൻ ചിന്തയ്ക്കാധാരമായി വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം മൈക്കിൽ കൂടെ വായിച്ചു സഹായിക്കും. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ശ്രദ്ധിക്കൂ, യേശു പറഞ്ഞു, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാണ്, ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ആരുടെയും സ്തോത്രം ഞാൻ കേട്ടില്ല. ആമേൻ. 2002 ഞാൻ ഈ ക്രിസ്തുവിനെ അറിയുവാൻ ഇടയായത്. എന്റെ പേര് കേട്ടപ്പോൾ വാക്കും ഭാഷണവും കൂടാതെ ശബ്ദം കേട്ടവർക്കെല്ലാം ഒരു കാര്യം മനസ്സിലായി, ഓനൊരു കാക്കായായിരുന്നു. അത് ശരിയാണ്. 2002 വരെ ഒരു പാരമ്പര്യ ഇസ്ലാമിക കുടുംബത്തിൽ ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടു. 2/8/2002 ഉച്ചയ്ക്ക് 12:40 യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും ദൈവമായി സ്വന്തം കർത്താവായി സ്വീകരിച്ച് രക്ഷിക്കപ്പെടുവാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് നൽകി. മുഹൂർത്തം പറയുന്ന പോലെ പറഞ്ഞ എന്താന്ന് ചിലർ ചിന്തിക്കും. അതിന് കാര്യമുണ്ട്. പല ചർച്ചകളിലും ഞാൻ പ്രസംഗിക്കാൻ പോകുമ്പോൾ ഒരിക്കലൊരു അനുഭവം ഉണ്ടായി. 40 പേരുള്ള ചർച്ചയിൽ ചെന്നു. രക്ഷിക്കപ്പെട്ടവർ കരമുയർത്താൻ പറഞ്ഞപ്പോൾ 9 പേര് കൈപൊക്കി. സ്നാനപ്പെട്ടവർ കൈപൊക്കാൻ പറഞ്ഞപ്പോൾ 40 പേരും പൊക്കി. ബാക്കി നിങ്ങൾ ചിന്തിച്ചാൽ മതി. അപ്പോൾ അതുകൊണ്ട് 2002 രക്ഷിക്കപ്പെട്ടു. 3 ആഴ്ചകൾക്ക് ശേഷം വിശ്വാസ സ്നാനം സ്വീകരിച്ചു. കൊല്ലം പട്ടണത്തിൽ നിന്ന് ഈ പുസ്തകമായി ഇറങ്ങി. ഈ 12 വർഷക്കാലം വിശ്വാസ ജീവിതത്തിൽ നിലനിൽപ്പാൻ ദൈവം സഹായിച്ചു. ഞാൻ അറിഞ്ഞ കർത്താവിനെ എൻ്റെ പിതാവൊഴികെ എൻ്റെ മാതാവിനും 2 സഹോദരിമാർക്കും വല്യമ്മായിക്കും അടക്കം ഈ യേശുവിനെ ആരാധിപ്പാൻ ദൈവം ഭാഗ്യം നൽകി. പറഞ്ഞതിന്റെ താല്പര്യം, അവൻ ആ കാലയളവിൽ ദൈവസഭയിൽ പിതാക്കന്മാർ എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ കാഹളം മധ്യാകാശത്തിൽ വെളിപ്പെടാൻ പോകുക എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു 10 മിനിറ്റത്തേക്ക് പ്രസംഗിക്കാൻ പറ്റത്തില്ല. എന്താ കാര്യം എന്നറിയോ? ദൈവജനം ആത്മാവിലാകും. ആമേൻ. അവർ നിർത്തിയിട്ട് വേണ്ട പിന്നെ പ്രസംഗിക്കാൻ. എന്നാൽ ഇന്ന് ആത്മീയ കോളത്തിന്റെ ട്രെൻഡൊക്കെ മാറി. ഇപ്പോൾ യേശു വരുന്നെന്ന് പറഞ്ഞിട്ട് ഒരു സ്വോത്രം ഞാൻ കേട്ടില്ല. കാര്യം കേട്ട് മടുത്തല്ലോ യേശു വരുന്നെന്ന്, വന്നില്ലല്ലോ. ഇപ്പൊ പിന്നെ ചിലയിടത്ത് ജോബി ജോൺ വരുന്നെന്ന് പറഞ്ഞാൽ പലർക്കും ആത്മാവ് കയറും. സ്റ്റാർ സിംഗറെ ആകെ ഒരു അവിയൽ പരുവത്തിൽ കിടക്കുക. പോട്ടെ, അതൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. അപ്പൊ വിഷയം ഇതാണ്, രക്ഷിക്കപ്പെട്ട ദൈവപൈതലിന് ഏറ്റവും കൂടുതൽ പ്രത്യാശ വരുന്ന ഒരു വാചകമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഇനിയും കുറഞ്ഞു വന്ന് കഴിയുമ്പോൾ നമ്മുടെ കർത്താവിന്റെ കാഹളം മധ്യാകാശ മണിപ്പന്തലിൽ വെളിപ്പെടുവാൻ സമയമാണ്. ഹല്ലേലൂയ. എന്നോട് പലരും ചോദിക്കും, ഷമീറെ നീ എന്തിനാ ക്രിസ്ത്യാനിയായത്? ചിലർ ചോദിക്കുന്നത് അങ്ങനല്ല, ക്രിസ്ത്യാനിയായത് പോട്ടെ, അത് സഹിക്കാം. ഈ വലവല പറയുന്നവരുടെ കൂട്ടത്തിൽ എന്തിനാ കൂടിയേ? പലർക്കും അതാ സഹിക്കാൻ വയ്യാത്തത്. ആമേൻ. പല ചോദ്യങ്ങളാണ് നേരിടുന്നത്. 12 വർഷമായി ചിലര് പറയുന്നത് അമേരിക്കൻ പണം കിട്ടി പോകുന്നതാണ്.
അമേരിക്കക്കാരുടെ ഇരിപ്പ് കണ്ടോ? ഒരു സ്വത്രം പറഞ്ഞ് ഹല്ലേലൂയ. 2002 എന്ന് ഈ പുസ്തകം എടുത്ത് ഇറങ്ങിയോ അന്ന് ഉള്ള കടപ്പാടവും കൂടെ നഷ്ടപ്പെട്ടു. ഇന്ന് വരെ സ്വന്തമായിട്ട് ഒരു ഭവനം പോലും ഇല്ല. ആമേൻ. ഇത് താഴെ വെച്ച് ജമാഅത്തിൽ ചെന്ന് ഒരു മാപ്പൊക്കെ പറഞ്ഞാൽ വേണ്ടുന്നതൊക്കെ തരാൻ ഓഫറൊക്കെ പിന്നിലുണ്ട്. പക്ഷേ ഈ ഉലകത്തിൽ എന്തൊക്കെ കൊണ്ടുവന്നെന്ന് പറഞ്ഞാലും ഈ പുസ്തകം വിട്ടേച്ച് വരുന്ന ഒരു പരിപാടിയില്ല എന്ന് പറഞ്ഞ 12 വർഷമായി പ്രാണഭയമില്ലാതെ ഏത് കവലകളും തെരുക്കോണിൽ നിന്നുകൊണ്ട് യേശുവിനെ പ്രസംഗിക്കുന്നത് ഇതൊരു കുഞ്ഞുകളിയല്ല. അതുകൊണ്ടാണ് ഷമീറും സിയാദും നസീറും നാസറും ഷാജഹാനും റംല തോമസും സൗദാ ബീവിയും ഒക്കെ കർത്താവിനെ പ്രസംഗിക്കാൻ ഇറങ്ങിയത്. ഇതൊക്കെ ഉള്ളയാണോടെ? ദേ ഒരു കാക്ക ഫ്രണ്ട് ഇരിപ്പുണ്ട്, ബൈബിൾ കോളേജിൽ പഠിക്കുക, മനാഫ് മജീദ്. ആമേൻ. ഇങ്ങനെ ഒത്തിരി ഉണ്ട്. ഈ കാക്ക എന്ന് പറയുമ്പോൾ ചിലർ പറയും, ഓ പുള്ളി പാരമ്പര്യം വിട്ടിട്ടില്ലേ. ഞാൻ പറഞ്ഞത് ഏലിയാവിന്റെ കാക്കയെ കുറിച്ചാണ്, നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നത്. ആമേൻ. എങ്ങനെയാ കർത്താവിനെ അറിഞ്ഞത്? സാക്ഷ്യം കേൾക്കാൻ ആഗ്രഹിച്ചായിരിക്കും ഈ പേര് കണ്ട് ഇന്നലെ വരാത്തവരും ഇന്ന് വന്നത്. പക്ഷേ നിവർത്തിയില്ല. കാര്യം എനിക്ക് നാട്ടുകാരികൾക്ക് സുവിശേഷം പറയണം. അതുകൊണ്ട് സാക്ഷ്യം പറയാൻ ഇന്ന് സമയം പോരാ, നിങ്ങളെ ചർച്ച വിളിച്ചാൽ. ആമേൻ. 2002 കർത്താവിനെ അറിയുന്നതിന് മുമ്പ് കൊല്ലം പട്ടണത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട 17ാമത്തെ വയസ്സിൽ സാഹചര്യങ്ങൾ നിമിത്തം ഒരുപറ്റം കൂട്ടുകാരുടെ കൂട്ടത്തിൽ അകപ്പെട്ടു. കൊല്ലത്ത് പള്ളിത്തോട്ടം, തങ്കശ്ശേരി തീരദേശ കടപ്പുറങ്ങളിൽ ഒരുപറ്റം കൂട്ടുകാരുമായി പിരിവിട്ട് കുപ്പിയെടുത്ത 17 വയസ്സിൽ തുടങ്ങിയ മദ്യപാനം, കൂട്ടുകാരുമായി 22 വയസ്സോളം കൂട്ടുകാരുമായി അടിയും ഇടിയും ബഹളവുമായി മദ്യപിച്ച് അടുത്തുള്ള ഉത്സവപ്പറമ്പിലും പള്ളി പെരുന്നാൾ പറമ്പിലും ഒരു വർഷത്തെ കണക്ക് തീർക്കുവാൻ കൊച്ചു കൊച്ചു കൊട്ടേഷൻ പരിപാടിയായി ഉടുപ്പിന്റെ പുറകെ പിച്ചാത്തിയും ബെൽറ്റിന് പകരം സൈക്കിളിന്റെ ചെയിനുമൊക്കെ അരക്കെട്ടി അടിയും ഇടിയുമൊക്കെയായി പിശാചന്റെ കയ്യിലെ ആയുധം പോലെ ജീവിച്ചു. എന്നാൽ 2002 ഈ ഉലകത്തെ സൃഷ്ടിച്ച ഏക സത്യദൈവമായ ജീവനുള്ള കർത്താവിനെ തിരിച്ചറിയുവാൻ ദൈവം എന്റെ കണ്ണുകളെ പ്രകാശിപ്പിച്ചു. 2002 ഈ മഹാപദവിയിലേക്ക് ദൈവം കൊണ്ടുവന്നു. ആമേൻ. ഇന്ന് പലരും ചോദിക്കുന്നു, ഷമീറേ നീ എന്തിനാണ് വെന്തിക്കോസിൽ പോയത്? അതിന്റെ മറുപടിയാണ് ഇന്നത്തെ പ്രസംഗം. എന്തുകൊണ്ടാണ് ഷമീറും സിയാദും നാരായണനും ഗോപാലനും കറിയായും മമ്മദൂട്ടി ഒന്നിച്ച് ഒരു സഭയിൽ നിന്ന് ദൈവത്തെ ആരാധിക്കുന്നത്? പാരമ്പര്യം പറഞ്ഞ കറിയ എന്തിനാണ് കലവില പറയുന്നവരുടെ കൂട്ടത്തിൽ കൂടിയത്? ഇതിന്റെയൊക്കെ മറുപടി ഇന്ന് രാത്രി ദേശം കേൾക്കണം. അതാണ് സുവിശേഷം. ഒരു കൊച്ചു കുഞ്ഞിന് പോലും മനസ്സിലാകുന്ന ഏറ്റവും ലളിതമായ ഭാഷയിൽ ഇതിന്റെ കാരണങ്ങളെ നിരത്തിക്കൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കാം. ഇന്ന് യേശുക്രിസ്തു വരും എന്ന് കേൾക്കുമ്പോൾ പലരും ചിരിച്ചു തള്ളുന്ന ഒരു കാലയളവാണ്. കാരണം എന്താ? എന്റെ ഒരു അനുഭവം പറയാം. തിരുവനന്തപുരത്തിനടുത്ത് നെടുമങ്ങാട് പരുത്തിക്കുഴി എന്ന് പറഞ്ഞ സ്ഥലത്ത് 2 ദിവസത്തെ പ്രസംഗത്തിന് പോയി 1-ാം ദിവസം യേശുക്രിസ്തു മടങ്ങി വരുമെന്ന് പ്രസംഗിച്ച് ബാക്കി നാളെ തുടരുമെന്ന് പറഞ്ഞ് 9:30 മൈക്ക് കൈമാറി ആ റൂമിനകത്ത് വിശ്രമിക്കുമ്പോൾ സംഘാടകൻ വന്നിട്ട് എന്നോട് പറഞ്ഞ ഒരു വാക്ക്, പാസ്റ്ററേ പ്രസംഗം നാട്ടുകാർക്കെല്ലാം വലിയ ഇഷ്ടമായി. ഞാൻ പറഞ്ഞ സന്തോഷം. പക്ഷേ നമ്മുടെ സ്റ്റേജിന്റെ പുറകിലിരുന്ന ആ അച്ചായനുണ്ടല്ലോ ആ വീട്ടിലെ, ആ അച്ചായൻ ഒരു കമന്റ് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരു കമന്റ് എങ്കിലും ഇല്ലേ പിന്നെന്തുവാ വിജയം. ആ കമന്റൊക്കെ ഒരു സൈഡിൽ കിടക്കും. എന്താ വെച്ചാ കമന്റ്? ഉടനെ പുള്ളി പറയുകയാണ്, ആ പുള്ളി പറഞ്ഞു അദ്ദേഹത്തിന്റെ പ്രസംഗമൊക്കെ കൊള്ളായിരുന്നു, പക്ഷെ ഒരു കാര്യം ശരിയായില്ല. അതെന്താ? പുള്ളി പറഞ്ഞു യേശു വരുമെന്ന്. അതാ ശരിയാകാഞ്ഞു. ഉടനെ സംഘാടനം ചോദിച്ചു, എന്റെ അച്ഛാൻ ഒരു ക്രിസ്ത്യാനി അല്ലയോ അച്ഛാ? യേശു വരുത്തില്ലയോ അച്ഛാ? അച്ഛൻ എന്താ ഇങ്ങനെ പറയുന്നത്? ഉടനെ ഇയാൾ പറയാ, ആ ക്രിസ്ത്യാനി ആയോണ്ടാ പറഞ്ഞേ. എന്നാ? ഞാനേ 5 വയസ്സ് തൊട്ട് പള്ളിയിൽ പോയി തുടങ്ങിയ ക്രിസ്ത്യാനിയാണ്. അന്നേ കേൾക്കുവാ യേശു വരുന്നു, യേശു വരുന്നു. വയസ്സ് 55 ഇതുവരെ എന്ത് ചെയ്തില്ല? വന്നില്ല. ഇനി ഈ പുള്ളി വരാൻ വല്ലോ ആണോ ചോദിച്ചതാരാ? ക്രിസ്ത്യാനി. അതല്ലേ എന്റെ വിഷമം. ഞാൻ പറഞ്ഞു വിഷമിക്കണ്ട, നാളെ വൈകിട്ട് ഞാൻ മറുപടി കൊടുത്തോളാം. പിറ്റേന്ന് വൈകിട്ട് സ്റ്റേജിൽ കയറി ഞാൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഇവിടെ അടുത്തെവിടെയോ 5 വയസ്സ് തൊട്ട് പള്ളിയിൽ പോയ ഒരു ക്രിസ്ത്യാനി ഉണ്ടെന്ന് കേട്ടു. അതുകൊണ്ട് 5 വയസ്സ് തൊട്ട് പള്ളിയിൽ പോയ ക്രിസ്ത്യാനി, നീ ഒരു 5 മിനിറ്റെങ്കിലും വേദപുസ്തകം വായിച്ചെങ്കിൽ ഇത് ചോദിക്കത്തില്ലായിരുന്നു. എന്താ കാര്യം? വേദപുസ്തകം എടുത്ത് കറണ്ട് ചാർജിന്റെ കോപ്പിയും കരമടച്ചതിന്റെ രസീതും തുണ്ടുപേപ്പറും നോട്ടീസും വെച്ച് ചമ്പരത്തിപ്പവും പറിച്ചിട്ട് ചന്ദനത്തിനെയും കത്തിച്ച് പുകച്ച് ഷോക്കേഴ്സിൽ വെച്ചിട്ട് റോഡേ കൂടെ ഓലമടലും പിടിച്ചുകൊണ്ട് നടക്കുന്ന നിനക്കെങ്ങനെ വചനം അറിയാം?
നിനക്ക് വചനം അറിയണമെങ്കിൽ നീ വേദപുസ്തകം എടുത്ത് ദൈവത്തിന് മുട്ടുകുത്തി ഒന്നാമത്തെ മാർപ്പാപ്പയായ പത്രോസ്ലീഹ എഴുതി വച്ചിരിക്കുകയാ, ചിലർ വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വരവിന് താമസം വരുത്തുന്നതല്ല. ചിലർ വിചാരിക്കുന്നത് പോലെ എന്ന് ദൈവാത്മാവ് എഴുതണമെങ്കിൽ ചിലർ വിചാരിക്കുന്നുണ്ടെന്നർത്ഥം. ഈ അച്ചായനെ പോലെ. ആമേൻ. കർത്താവ് തന്റെ വരവിന് താമസം വയ്ക്കുന്നതല്ല. പിന്നെന്താ മറുപടി? ഒരു വ്യക്തി കൂടെ നരകശിക്ഷയിൽ പോകാതെ, ഒരു വ്യക്തി കൂടെ മാനസാന്തരപ്പെടുവാൻ ആഗ്രഹിച്ചിട്ട് എന്റെ ദൈവം മനുഷ്യ നിന്നോട് ദീർഘക്ഷമ കാണിക്കുന്നു. നാട്ടുഭാഷ പറഞ്ഞാൽ ഈ വിമർശിക്കുന്ന നീയും കൂടെ ഒന്ന് ഗുണപ്പെടട്ടെന്ന് കരുതി എന്റെ ദൈവം കാത്തിരിക്കുക. അങ്ങനെങ്കിൽ അടുത്ത ചോദ്യം ഞാൻ പ്രതീക്ഷിക്കുന്നു, ഇനി എത്ര നാൾ കാത്തിരിക്കും ഉപദേശി? അത് 9:30 മനസ്സിലാവും. മടങ്ങി വരാം. അപ്പോൾ എന്റെ ചിന്താ വിഷയം, എന്തുകൊണ്ട് ഷമീർ ക്രിസ്ത്യാനിയായി? എന്തുകൊണ്ട് നീ യേശുവിനെ പ്രസംഗിക്കുന്നു? അന്നും ഇന്നും എന്നോട് ചോദിക്കുന്നവരോട്, ഞാൻ മനാഫിനോട് ചോദിക്കുന്നവരോട്, അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈദ്യനോട് ചോദിക്കുന്നവരോട് അന്നും ഇന്നും ഞാൻ പറയുന്ന രണ്ട് മറുപടിയേ ഉള്ളൂ. നീ എന്തിന് പെന്തിക്കോസിൽ പോയി? നീ എന്തിന് തുള്ളാൻ പോയി? നീ എന്തിന് കലവില പറയാൻ പോയി? അന്നും ഇന്നും എന്നോട് ചോദിക്കുന്നവരോട് ഞാൻ പറയുന്ന രണ്ട് മറുപടി. അതിലൊന്നാമത്തതും പ്രധാനപ്പെട്ടതുമായ മറുപടി ഇങ്ങനെയാണ്: നീ എന്തുകൊണ്ട് പെന്തക്കോസ്തിൽ പോയി ചോദിച്ചാൽ ഞാൻ പറയും, ഞാൻ ഇന്നു വീണു മരിച്ചാൽ എനിക്കൊരു നിത്യത ലഭിക്കേണ്ടതിന് ഞാൻ യേശുവിന്റെ പിന്നാലെ പോയി. അല്ലാതെ നടുവേന മാറാനും പല്ലുവേന മാറാനും കൊച്ചിനെ കെട്ടിക്കാനും വീട് വെക്കാനും അച്ചാച്ചന് വിസ ശരിയാകാനും കൊട്ടാൻ ഇറങ്ങിയതല്ല. അങ്ങനെ ആരും കൊട്ടാൻ വരണ്ട കേട്ടോ. അങ്ങനെ ആരും തുമ്പമിണ്ണിന് കൊട്ടാൻ ഇറങ്ങല്ലേ. ഭൗതികമായ എന്തെങ്കിലും നന്മ കിട്ടുമെന്ന് കരുതി ആരെങ്കിലും ബന്ധുക്കോസിനകത്ത് തുള്ളാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ സ്നേഹിത, നിനക്ക് തെറ്റിപ്പോയി. എന്തുകൊണ്ടൊരുവൻ ബന്ധുക്കളെ ഉപേക്ഷിച്ച്, ചർച്ചക്കാരെ ഉപേക്ഷിച്ച്, അവൻ നിന്നയും പരിഹാസവും സഹിച്ച്, ആട്ടും തുപ്പുമേറ്റ് ഈ പുസ്തകം മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് യാതൊരു ലജ്ജയും കൂടാതെ കവലകളിൽ തെരുക്കോടുകളിൽ നിന്നുകൊണ്ട് ഈ സന്ദേശം വിളിച്ചു പറയുന്ന മറുപടി: ഞാൻ ഇന്ന് വീണ് മരിച്ചാൽ, അല്ലെങ്കിൽ കാഹളം ധരിച്ചാൽ എനിക്കൊരു നിത്യത വേണം. അതിനാണ് ഷമീർ ബന്ദിക്കോസിനകത്ത് വന്നത്. പിടികിട്ടുന്നുണ്ടോ? ഇനി രണ്ടാമത്തെ മറുപടി, നീ എന്തിനാണ് ഈ പുസ്തകം ചുമക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ അന്നും ഇന്നും പറയുന്നൊരു മറുപടി: ഈ പുസ്തകം അഥവാ വിശുദ്ധ വേദ പുസ്തകം അഥവാ ബൈബിൾ എന്തിന് ഞാൻ ചുമക്കുന്നത് ചോദിച്ചാൽ, ഈ ലോകം എങ്ങനെ ഉണ്ടായെന്നും ഉണ്ടായ നാൾ മുതൽ ഈ ഉലകത്തിൽ എന്തൊക്കെ സംഭവിച്ചെന്നും 2014 കമ്പ്യൂട്ടർ യുഗത്തിൽ എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നെന്നും നാളെ ഈ കാണുന്ന ഉലകത്തിന് എന്ത് സംഭവിക്കുമെന്നും വ്യക്തമായി പ്രവചിക്കപ്പെട്ട പ്രവചന ഗ്രന്ഥമാണ് വിശുദ്ധ വേദ പുസ്തകമാകുന്ന ബൈബിൾ. ഇതൊരു പ്രവചന ഗ്രന്ഥമായതുകൊണ്ടാണ് ഞാൻ ഇതിനെ ചുമക്കുന്നത്. എന്താ പ്രവചന ഗ്രന്ഥം? ഈ ഉലകം എങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ബൈബിൾ ആരംഭിക്കുന്നത്, അല്ലേ? ഉൽപ്പത്തി പുസ്തകത്തിൽ ഈ ലോകം എങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്ന ബൈബിൾ ലോകം എങ്ങനെ അവസാനിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് എവിടെ അവസാനിക്കുന്നത്? മിണ്ടുന്നില്ല. വെളിപ്പാടിൽ അവസാനിക്കുക. എന്താ ഞാൻ ചോദിപ്പിച്ചെന്നറിയാവോ? ചിലർ പറയുന്ന വെളിപാടെന്നാ. നല്ല വെളിവില്ലാത്തതുകൊണ്ട് അങ്ങനെ പറയുന്നത്. വെളിപാടല്ല ശരി, വെളിപ്പാടാണ് ശരി. എന്താണ് വെളിപ്പാട്? റെവലേഷൻ എന്താണ്? മറഞ്ഞിരിക്കുന്നത് പുറത്തു കൊണ്ടുവരിക, ഗൂഢമായത് വെളിപ്പെടുത്തുക, മറ നീക്കി കാണിക്കുക ഇത്യാദി അർത്ഥമുള്ള റെവലേഷൻ എന്ന പദത്തിനർത്ഥം വെളിപ്പാട് എന്ന് പറഞ്ഞാൽ, രാമൻ വെളിപ്പാട് 1:1 എഴുതപ്പെട്ടിരിക്കുന്നു. മേലാൽ സംഭവിക്കാൻ പോകുന്നത് തന്റെ ദൂതൻ മുഖാന്തരം പത്മോസിന്റെ ഏകാന്തതയിൽ തലയോട്ടുകൾ ചിതറിക്കിടക്കുന്ന അസ്ഥിക്കൂമ്പാരത്തിന്റെ നടുവിൽ കർത്തൃ ദിവസത്തിൽ യോഹന്നാന്റെ മുമ്പിൽ കേൾപ്പിച്ചു കൊടുത്തെന്നല്ല, പറഞ്ഞു കൊടുത്തെന്നല്ല, വെളിപ്പാട് 1:1 എഴുതിയിരിക്കുന്നത് അവരെ പ്രദർശിപ്പിച്ചു. പ്രദർശനമാണ് വെളിപ്പാട്. വെളിപാടല്ല. ഈ ആഴ്ച വെളിപാട് പറയുന്ന ചില ആൾക്കാർ ഞങ്ങളുടെ നാട്ടിലുണ്ട്. ഈ അമ്മാമ്മ ഇന്നലെ പ്രാർത്ഥിച്ചപ്പോഴേടി ആന തിരിഞ്ഞിരിക്കുന്ന കണ്ടു, മാങ്ങ താഴോട്ട് വീഴുന്ന കണ്ടു,
ഇന്നലെ പ്രാർത്ഥിച്ചു ചക്ക പഴുത്തിരിക്കും, തലേതങ്ങാണ്ട് ചക്കപ്പഴം ഓർത്ത് കിടന്നുറങ്ങി സ്വപ്നം കണ്ടതാ. അപ്പൊ ഈ കാണുന്ന സ്വപ്നങ്ങളെല്ലാം വെളിപാടാന്നും പറഞ്ഞു വരുന്ന കുറെ ആൾക്കാരുണ്ട്. അതൊന്നുമല്ല ഇവിടുത്തെ വിഷയം. ആർക്കെങ്കിലും മനസ്സിൽ തോന്നിയ വെളിപാടല്ല ബൈബിൾ, വെളിപ്പെടുത്തി കൊടുത്തതാണ് ബൈബിൾ. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകത്തിൽ അവസാനിക്കുന്ന ബൈബിൾ പ്രവചന ഗ്രന്ഥമാണ്. അങ്ങനെങ്കിൽ പ്രവചന ഗ്രന്ഥമായ വിശുദ്ധ വേദപുസ്തകത്തിൽ സാക്ഷാൽ ദൈവമായ ക്രിസ്തു സ്വന്തം നാവുകൊണ്ട് പറഞ്ഞ ഒരു പ്രവചനമാണ് ഞാൻ വായിച്ച കുറിവാക്യം. എന്താണ് ആ കുറിവാക്യം? ഒന്നുകൂടി വായിക്കാം, ശ്രദ്ധിച്ചോളൂ. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളൂ. കണ്ടോ, യേശു കർത്താവ് പറഞ്ഞു, ഞാൻ പോയതുപോലെ തന്നെ എന്ത് ചെയ്യും? മടങ്ങി വരും. ഇതേ പ്രവചനത്തെ അടിവരയിട്ടുറപ്പിച്ചുകൊണ്ട് പ്രവൃത്തി 1:11 സ്വർഗീയ ദൂതന്മാർ അതിനെ അടിവരയിട്ടുറപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഗലീലാ പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നതെന്താ? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്തവനായി സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ ഈ യേശു നിങ്ങളെ ചേർപ്പാൻ അവൻ വീണ്ടും മടങ്ങി വരും. ഇതേ പ്രവചനത്തെ വെളിപ്പാട് 22:12 ഒന്നുകൂടി ഉറപ്പിച്ചുകൊണ്ട് കർത്താവ് തന്നെ പറഞ്ഞു, ഇതാ ഞാൻ വേഗം വരുന്നു. യേശു മടങ്ങി വരാൻ സമയമായി. യേശു വരുമോ? യേശു വരുമോ? പ്രത്യാശയുള്ളവർ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഞാൻ ഓർക്കുന്നൊരു അനുഭവം, തിരുവനന്തപുരത്തിനടുത്ത് പാറശാല തെക്കേയറ്റം ചെങ്കവിളയിൽ ഒരു കൺവെൻഷൻ പ്രസംഗിക്കാൻ പോയി. ഇതുപോലെ റോഡ് സൈഡിലെ കൺവെൻഷൻ. സഹോദരന്മാര് വലിയ ശബ്ദം. അവിടുത്തെ കൺവെൻഷൻ എന്നൊക്കെ പറഞ്ഞാൽ അയ്യോ ഒരു ക്ഷേത്രത്തിലെ ഉത്സവം പോലെയാ. എന്ന് പറഞ്ഞാൽ ഏറ്റവും ഫ്രണ്ടിൽ തന്നെ ഒരു 50,000 വാട്ട്സ് അടുക്കി വെക്കും. ഭയങ്കര ശബ്ദമാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ റോഡ് സൈഡിലെ കൺവെൻഷനിൽ സഹോദരന്മാർ നൃത്തം ചെയ്ത് ആരാധിക്കുമ്പോൾ ഞാൻ ആ റോഡ് സൈഡിൽ നിന്നിങ്ങനെ കൈ കെട്ടി നിന്നുകൊണ്ട് ഞാൻ പാട്ട് കേൾക്കുക. എനിക്ക് പാട്ടിനോട് വളരെ ഇഷ്ടമുള്ളൊരു മനുഷ്യനായതുകൊണ്ട് ഞാൻ അവിടെ നിന്ന്. അപ്പോൾ എനിക്കറിയാം ആരാധന കഴിഞ്ഞാൽ പിന്നെ പ്രസംഗമാണ്. അതുകൊണ്ട് ഞാനങ്ങനെ ഒരുങ്ങി നിൽക്കുമ്പോൾ അടുത്ത് കണ്ട ചായക്കട ഒരു ചായ കുടിച്ചിട്ട് കയറാമെന്ന് വെച്ചാൽ അങ്ങോട്ട് കയറി. അപ്പോഴാണ് ഇവിടെ സഹോദരന്മാർ അന്യഭാഷയിൽ ശക്തമായ ആരാധന. അപ്പൊ ഞാനവിടെ ചായ തരാൻ പറഞ്ഞു. എൻ്റെ അടുത്ത് ആ നാട്ടിലെ 3 തണ്ടും തടിയൊക്കെ ഉള്ള 3 ചെറുപ്പക്കാര് അവിടെ വന്ന് ദോശയും ഓംലെറ്റും ഒക്കെ ഓർഡർ ചെയ്തു. അപ്പൊ ഞാൻ എനിക്ക് ചായ കൊണ്ടുവച്ചപ്പോൾ ഈ ആരാധനയുടെ ശബ്ദം ഇങ്ങനെ ഇടിച്ചു കയറി അകത്തോട്ട് ഇങ്ങനെ വരിക, വലുവൽ അടിച്ചുകൊണ്ടിരിക്കുക. ഈ ശബ്ദം അകത്തോട്ട് ഇടിച്ചു കയറിയപ്പോൾ ഈ 3 ചെറുപ്പക്കാരിൽ ഒരാള് ചെവി പൊത്തിപ്പിടിച്ചുകൊണ്ടൊരു ചോദ്യം, അത് അയാൾ ചോദിച്ച ഭാഷയിൽ തന്നെ ഞാനൊന്ന് പറയാൻ ശ്രമിക്കാം. അദ്ദേഹം ചെവി പൊത്തിപ്പിടിച്ചോണ്ട് ചോദിക്കണം, യവന്മാര് എന്തിനിടെ ഇങ്ങനെ കൂവണത് എന്ന് ചോദിച്ചു. അപ്പോ രണ്ടാമത്തെ ആൾ മറുപടി പറഞ്ഞ എങ്ങനെയാണ്, അമേരിക്ക എന്ന് പറഞ്ഞ കാശുകളും മറ്റും വരുന്നുണ്ട്, എങ്ങനെയെങ്കിലും ഒക്കെ തീർക്കണ്ടേ, മനസ്സിലായി. എന്നാൽ ഞാനത് രണ്ടും കേട്ടു. എന്നാൽ മൂന്നാമത്തവന്റെ മറുപടിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. മൂന്നാമത്തവൻ പറഞ്ഞു, അതൊന്നും അല്ലടേ, യവന്മാർ കുറെ നാളുകളുണ്ട് പറഞ്ഞു യാശ് വരും യാശ് വരട്ടെ, യവന്മാർ അങ്ങോട്ട് പോട്ടെ, നമ്മളിപ്പോ പാണില്ല, എന്തൊരു പറ്റാനാ. അപ്പൊ ഞാൻ ഒരു ചായ കൂടെ പറഞ്ഞു, കാര്യം ഇനി വല്ലതും ഉണ്ടെങ്കിലും കേൾക്കാമല്ലോ എന്ന് വിചാരിച്ച. എന്തായാലും അന്ന് പ്രസംഗിക്കാൻ കയറിയപ്പോഴും ഞാൻ എടുത്തു പറഞ്ഞത് ഇങ്ങനെയാ, ഈ നാട്ടിലെ 3 ചെറുപ്പക്കാർക്ക് ഒരു സംശയം, ആമേൻ, യാശ് വരും വരുമോ, കേട്ടോളാൻ പറഞ്ഞു. അങ്ങനെങ്കിൽ ഇന്നും ഞാൻ ഇവിടെ പറയുന്ന വിഷയം അത് തന്നെ. ഇനിയും കുറഞ്ഞൊന്ന് കഴിയുമ്പോൾ കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വീണ്ടും മടങ്ങി വരും. ഇന്ന് രാത്രിയിലെ ചിന്താവിഷയം ഇതാണ്. കുറിച്ചിട്ടോ, യേശു വരുമോ ഇല്ലയോ? എന്തിനാണ് പെന്തിക്കോസിൽ തുള്ളാൻ ഇറങ്ങിയത്? ആമേ, ഷമീറും സിയാദും ഇന്ന് ഞങ്ങളുടെ കൂടെ കലിമ ഇവാഞ്ചലിക്കൽ മിഷൻ എന്ന് പറഞ്ഞ ടീമിൽ 60ഓളം പേരുണ്ട്. ഇസ്ലാമിൽ നിന്ന് വേർപെട്ട് കർത്താവിനെ ആരാധിക്കും. 60ഓളം കുടുംബങ്ങൾ. ആമേൻ. ചെറിയ കഥയല്ല. ആമേൻ. നമ്മുടെ നാട്ടിൽ ഒരു സമയത്ത് വെള്ളമടിച്ച് നടന്ന് നാരായണൻ തോണ്ടറ പാസ്റ്ററായി വന്നേക്കുന്നു. ഇതെന്താടാ കാര്യം? ഇതിന്റെയൊക്കെ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. അതുകൊണ്ട് വളരെ ശാന്തമായി ഇതൊന്ന് കേൾക്കുക. ആമേൻ. ശ്രദ്ധിക്കൂ, യേശു പറഞ്ഞ ഈ പ്രവചനം നടക്കുമോ ഇല്ലയോ? ഇതാണ് കുറിവാക്യം. യേശുക്രിസ്തു തന്റെ സ്വന്തം നാവ് കൊണ്ട് പറഞ്ഞ ഈ പ്രവചനം പ്രവചന ഗ്രന്ഥം. പ്രവചനം എന്ന് പറഞ്ഞാൽ എന്താ? സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ആത്മാവ് വെളിപ്പെടുത്തി മുൻകൂട്ടി പറയുന്നത് പ്രവചനമാണ്. അപ്പൊ യേശു പറഞ്ഞ ഈ കാര്യം ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, സംഭവിച്ചിട്ടില്ല. എന്നാൽ ഇതെന്ത് ചെയ്യും? സംഭവിക്കും. അതുകൊണ്ടാണ് പ്രവചനം എന്ന് പറഞ്ഞത്. അപ്പോൾ യേശു സ്വന്തം നാവ് കൊണ്ട് പറഞ്ഞ ഈ പ്രവചനം നടക്കുമോ ഇല്ലയോ എന്നൊന്ന് പരിശോധിക്കാൻ പോവാം. എങ്ങനെ പരിശോധിക്കും? എന്റെ മുമ്പിൽ ഒറ്റ വഴിയേ ഉള്ളൂ. എന്ത് വഴി?
ഈ വേദപുസ്തകത്തിൽ യേശു പറഞ്ഞ ഈ പ്രവചനം നടക്കുമോ ഇല്ലയോ എന്നറിയണമെങ്കിൽ ഒരൊറ്റ വഴിയുണ്ട്. എന്ത് വഴി? ഇതിനു മുമ്പ് ബൈബിൾ പറഞ്ഞ എന്തെങ്കിലും കാര്യം ഈ ലോകത്തിൽ നടന്നിട്ടുണ്ടോ ഉപദേശി എന്ന് പരിശോധിക്കണം. നടന്നിട്ടുണ്ടെങ്കിൽ ഇതും നടക്കും, നടന്നിട്ടില്ലെങ്കിൽ ഇതും നടക്കൂല. നമുക്ക് പരിശോധിക്കാം. വിശുദ്ധ വേദപുസ്തകത്തിൽ ആദ്യത്തെ 5 പുസ്തകം, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം എന്നിങ്ങനെ പഞ്ചഗ്രന്ഥമാകുന്ന തോറ എന്ന തൗറാത്ത് ആരുടെ കരങ്ങളാൽ എഴുതപ്പെട്ടു? മോശയുടെ കരങ്ങളാൽ എഴുതപ്പെട്ടു. മോശയുടെ കരങ്ങളാൽ എഴുതപ്പെട്ട പഞ്ചഗ്രന്ഥമാകുന്ന പഴയ നിയമ ന്യായപ്രമാണ പഞ്ചഗ്രന്ഥത്തിന് ഇന്ന് ബൈബിൾ പണ്ഡിതന്മാർ വിലയിരുത്തുന്ന കാലപ്പഴക്കം ഏകദേശം 4500 വർഷമാണ്. ഏകദേശ കണക്കാണ്. 4500ഓളം വർഷത്തെ പഴക്കം പണ്ഡിതന്മാർ അവകാശപ്പെടുന്ന വിശുദ്ധ വേദപുസ്തകത്തിലെ ആദ്യത്തെ 5 പുസ്തകമാകുന്ന പഞ്ചഗ്രന്ഥം ഒന്ന്. ഇനി ഇവിടെ ശാസ്ത്രവും കണ്ടുപിടുത്തവും ടെക്നോളജി എന്ന വാക്കുപോലും കണ്ടുപിടിച്ചിട്ട് 400-ൽ പരം വർഷങ്ങളെ ആകുന്നുള്ളൂ. വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ 4500ഓളം വർഷങ്ങൾക്കപ്പുറം പഴക്കമുള്ള പഞ്ചഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ട ചെറുതും വലുതുമായ പ്രവചനങ്ങൾ പോലും 2014 കമ്പ്യൂട്ടർ യുഗത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ അതിശയിപ്പിച്ച ചിന്തകൾ ഞാൻ വായിപ്പിക്കാൻ പോവുകയാണ്. ശ്രദ്ധിക്കണമേ. ആദ്യം ചില കുഞ്ഞു പ്രവചനങ്ങൾ ഞാൻ വായിപ്പിക്കും. കാര്യം ഏതും ചെറുതി തുടങ്ങണം മോൻ എന്ന് അപ്പച്ചന്മാർ പറയുക. അതുകൊണ്ട് നമുക്ക് ചെറുതി തുടങ്ങി വലുതിലേക്ക് വരാം. ആദ്യം ചില കുഞ്ഞു പ്രവചനങ്ങൾ ഞാൻ വായിപ്പിക്കും, എന്നിട്ട് ഗൗരവമുള്ള വിഷയത്തിലേക്ക് ഞാൻ വരും. ഒന്ന് ശ്രദ്ധിച്ച്. 4000 വർഷങ്ങൾക്കപ്പുറം ലേവ്യ പുസ്തകം 19-ാം അധ്യായം 27-ാം വാക്യത്തിൽ മോശോപദേശി എഴുതി വെച്ച ഒരു കുഞ്ഞു പ്രവചനത്തിൽ നമ്മുടെ പ്രസംഗം ആരംഭിക്കുകയാണ്. വായിച്ചാട്ടെ. നിങ്ങളുടെ തലമുടി ചുറ്റും വിളുമ്പ് വടിക്കരുത്. നിൽക്കട്ടെ. തലമുടി വെട്ടരുതെന്നോ വൃത്തിയാക്കരുതെന്നൊന്നും പുള്ളി പറയുന്നില്ല. പുള്ളി പറഞ്ഞ ഇത്രയേ ഉള്ളൂ. മനുഷ്യ, യഹോവയുടെ ആത്മാവ് എന്നോട് പറയുന്നു, നിങ്ങൾ ആരും തലമുടി ചുറ്റും വിളമ്പ് വടിക്കരുത്. ഈ വിളമ്പിന്റെ പര്യായം എന്താ? അറ്റം, തുമ്പ്, അരിക്, ഇതൊക്കെ പര്യായങ്ങളാണല്ലോ. അങ്ങനെങ്കിൽ മുടി വെട്ടിക്കോ, വൃത്തിയായി നടന്നോ, കുഴപ്പമില്ല. പക്ഷെ ഈ ചുറ്റും വിളുമ്പുണ്ടല്ലോ, ഈ അരിക്, ഇതൊന്നും ഇങ്ങനെ ക്രാറ്റി വടിച്ചു വെക്കരുത് എന്ന് 4000 വർഷങ്ങൾക്ക് മുമ്പ് മോശ പറഞ്ഞു. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണമേ. അന്ന് കണ്ടുപിടുത്തം ഇല്ല, കമ്പ്യൂട്ടർ ഇല്ല, ടെക്നോളജികൾ ഇല്ല, വിദ്യാഭ്യാസത്തിന്റെ മേഖലയൊന്നും വർദ്ധിച്ചിട്ടില്ല. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഇന്നത്തെ പോലെ വെളുപ്പാങ്കാലത്ത് ബർമുഡയും ടീഷർട്ടും ഇട്ടുകൊണ്ട് യോ 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 എന്നും പറഞ്ഞ് വിറച്ചു വരുന്ന കമ്പ്യൂട്ടർ കുഞ്ഞുങ്ങളൊന്നും വന്നില്ല. ആ പ്രാചീന കാലത്ത് മോശ ഉപദേശി കുറിക്കുകയാണ്, മനുഷ്യ, തലമുടി ചുറ്റും വിളമ്പ് പഠിക്കരുത്. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മളെപ്പോലെ ജീവിച്ചിരുന്ന മനുഷ്യർ അന്നുമുണ്ടല്ലോ. അന്ന് ജീവിച്ചിരുന്ന മനുഷ്യർക്ക് മോശയുടെ അടുത്തോട്ട് വരാം. വേണമെങ്കിൽ കവളത്തിട്ടൊരു തോണ്ടും കൂടെ കൊടുക്കാം. എടോ മോശമായിട്ടുള്ള കാര്യം എഴുതി വെക്കരുത്. ഇവിടെ ഈ ചുറ്റും വിളമ്പും പഠിച്ചുകൊണ്ട് നടക്കുന്ന ആരാണോ ഉള്ളത്? നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കിയേ. 50 വർഷം പഴക്കമുള്ള അപ്പച്ചന്മാരുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ പോലും വീട്ടിലുണ്ടെങ്കിൽ എടുത്തു നോക്കേ. 2 കിലോ മുടി തലേ കാണത്തില്ലയോ? ഇപ്പി പോലെ മുടിയൊക്കെ നീട്ടി വളർത്തിയ ഒരു പഴയ പശ്ചാത്തലം, പഴയ നാടകക്കാരെയോ പഴയ സിനിമാക്കാരെയോ ഒക്കെ ഒന്ന് നോക്ക്. അവിടെ ഒരു സ്റ്റൈലുകളും സ്റ്റൈലിഷുകളും ഇല്ല. എന്നാൽ ഇത് 50 വർഷം മുമ്പുള്ള കാര്യമാണെങ്കിൽ ഈ വായിച്ച വചനം 4000 വർഷങ്ങൾക്കപ്പുറം മോശ ഇങ്ങനെ എഴുതി വെച്ചാൽ ഇതുപോലൊരു ആന മണ്ടത്തരം വേറെ ഇല്ല. അതുകൊണ്ട് ദൈവവചനമാണെന്നും പറഞ്ഞ് മണ്ടത്തരം എഴുതി വെച്ചാലുണ്ടല്ലോ അടികൊള്ളുമെന്ന് അന്നത്തെ ജനം പറഞ്ഞാൽ മോശ പറയും, എന്നെ തല്ലല്ല സാറ്, ആത്മാവ് വെളിപ്പെടുത്തി ഞാനൊരു പൊട്ടനെ പോലെ എഴുതി. കമ്പ്യൂട്ടർ യുഗം വരുമ്പോൾ ഇത് നടന്നോളും. ആരും ഇത് വെട്ടിക്കളഞ്ഞില്ല. 2014 കമ്പ്യൂട്ടർ യുഗത്തിൽ ജീവിക്കുന്ന തുമ്പമണ്ണിനോട് ഞാൻ ചോദിക്കട്ടെ, ഇന്ന് കമ്പ്യൂട്ടർ യുഗത്തിലെ പിള്ളേരുടെ തലയിലോട്ട് നോക്കിയാൽ ഈ പ്രവചനം നിവർത്തിയ കാര്യം എവിടൊക്കെയാ വടിച്ചു വെച്ചേക്കുന്നത് അവന് പോലും അറിയത്തില്ല. കഴിഞ്ഞ 10 മാസം മുമ്പ് കളിക്ക് വിളക്കടുത്ത് ഞാനൊരു പയ്യനെ കണ്ടു. അവന്റെ മുടി പച്ച വെട്ടിയേച്ച് ഉച്ചി കൂടെ ബ്ലേഡ് കൊണ്ട് ഇങ്ങനെ വട്ടത്തെ നൂല് പോലെ ഇങ്ങനെ വടിച്ചു വെച്ചേക്കുക. ഈ മണ്ണിനകത്തൂടെ കുഴിയാനെ ഇടഞ്ഞു പോകുമ്പോൾ ഒരടയാളം വിടത്തില്ലയോ? ആ വലിപ്പേ ഉള്ളൂ. ചോദിച്ചത് എന്നാടാ പടം വരച്ചു വെച്ചേക്കുന്നു. അവൻ പറയുക, അങ്കളെ, തമിഴ് പടത്തിലെ നായകന്റെ തല ഇപ്പൊ ഇങ്ങനെ. നായകന്റെ തല എങ്ങനെ ആയിക്കോട്ടെ, എന്റെ വിഷയമല്ല. പ്രവചനം നിവർത്തിയായോ? എനിക്കതറിഞ്ഞാൽ മതി. കുഞ്ഞു കാര്യമാണ്. നമുക്ക് വലുതിലേക്ക് വരാം. സമാധാനമായിട്ട് നിങ്ങൾ ബേജാറാകാണ്ടിരിക്കുക. നമുക്ക് വരാം. വളരെ ശ്രദ്ധിക്കണമേ. അവിടെ തൊട്ടടുത്ത വാക്യം ഒന്ന് വായിച്ചാട്ടെ. താടിയുടെ അറ്റം വിരൂപമാക്കരുത്. അവിടെയും അറ്റമാണ് പ്രശ്നം, അവിടെയും തുമ്പാണ് പ്രശ്നം, വിളുമ്പാണ് പ്രശ്നം, അരികാണ് പ്രശ്നം. താടിയുടെ അറ്റം, തുമ്പ്, അരിക, വിളുമ്പ് വിരൂപമാക്കി വെച്ചുകൊണ്ട് നടക്കരുത്. മോശെ താടിയുടെ അറ്റം മൂലം വെച്ചുകൊണ്ട് നടക്കുന്ന പിള്ളേർ വല്ലതും ഉണ്ടോ?
പഴയ പണ്ടത്തെ കാലത്തും മണ്ടത്തരം അടി. മോശ പറയും എന്നെ തല്ലണ്ട, ആത്മാവ് പറഞ്ഞു ഞാൻ എഴുതി. കമ്പ്യൂട്ടർ യുഗം വരുമ്പോൾ നടന്നോളും കുഞ്ഞേ. ഇന്ന് 2014 പന്തളത്തോട്ടൊക്കെ ഇറങ്ങി നടന്നാൽ ഇന്നത്തെ പിള്ളയുടെ താടിയുടെ അറ്റം കണ്ടോ? ചുണ്ടിന്റെ കീഴെ ഒരു വര പോലെ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ദൂരെ നിന്ന് നോക്കിയാൽ കാണാം. ഉമിക്കരി കൊണ്ട് പല്ല് തേച്ച് മുഖം കഴുകാൻ മറന്നുപോയിട്ട് ഇറങ്ങി വന്നയാൻ തോന്നും. പറ്റിപ്പിടിച്ചിരിക്കുക. അടുത്ത് നോക്കിയാലേ അറിയത്തുള്ളൂ ഇത് താടിയാന്ന്. അത്തരത്തിലിരിക്കുന്ന ന്യൂ ജനറേഷനും പ്രവചനത്തിന്റെ നിവൃത്തിയല്ലേ. ഇനി ഒരു കുഞ്ഞു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഗൗരവമുള്ള വിഷയത്തിലേക്ക് വരാം. നിങ്ങളാരും പണം കണ്ട കാര്യം, ഇത് സ്വർഗത്തിൽ പേര് വെട്ടുന്ന കാര്യമൊന്നും അല്ല ഞാൻ പറഞ്ഞേ, ഒരു പ്രവചന നിവൃത്തിക്ക് പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. അതുകൊണ്ട് ആരും പണം കണ്ട. ഒരു കുഞ്ഞു ഭാഗവും കൂടെ പറഞ്ഞ് ഞാൻ ഗൗരവമുള്ള വിഷയത്തിലേക്ക് വരാം. ആവർത്തന പുസ്തകം 22-ാം അധ്യായം 5-ാം വാക്യത്തിൽ അതേ മോശ വീണ്ടും കുറിക്കുകയാണെന്ന് വായിച്ചാട്ടെ. പുരുഷന്റെ വസ്ത്രം സ്ത്രീയും സ്ത്രീയുടെ വസ്ത്രം പുരുഷനും ധരിക്കരുത്. ധരിച്ചാലോ അങ്ങനെ ചെയ്യുന്നവരൊക്കെയും നിന്റെ ദൈവമായ യഹോവയ്ക്ക് വെറുപ്പാകുന്നു. സഹോദരിമാര് ചിരിക്കാനും തുടങ്ങി. ആരും പണം കണ്ട. ആമേൻ. നോക്കേ, മോശ പറയുകയാണ് പുരുഷന്റെ വസ്ത്രം സ്ത്രീയും സ്ത്രീ വസ്ത്രം പുരുഷനും ധരിക്കുന്നത് ദൈവം വെറുക്കുന്നു. എന്റെ ചോദ്യം ആരെന്ത് വേണമെങ്കിലും ധരിച്ചോട്ടെ, അതൊന്നും പറയാനല്ല ഞാൻ വന്നത്. എന്റെ ചോദ്യം ഇത്രേ ഉള്ളൂ. ആമേൻ. മോശ ഇത് എഴുതുന്ന കാലത്ത് അന്ന് പുരുഷന് പാന്റ് ഷർട്ടും സ്ത്രീക്ക് സാരിയും ചുരിദാറും ഒന്ന് കണ്ടുപിടിച്ചിട്ടുള്ളൂ. 2014 കമ്പ്യൂട്ടർ യുഗത്തിലും നോർത്ത് ഇന്ത്യയിൽ സുവിശേഷ വേല ചെയ്യുന്ന അഭിഷിക്തന്മാരോട് ചോദിക്ക്. നോർത്ത് ഇന്ത്യയുടെ മണ്ണിൽ ഇന്നും ഉൾഗ്രാമങ്ങളിൽ മാറുമറയ്ക്കാത്ത ജനങ്ങൾ ഇന്നുമുണ്ട്. 2014 അങ്ങനെങ്കിൽ 4000 വർഷങ്ങൾക്കപ്പുറം എഴുതപ്പെട്ട ഈ വചനം ഒരു പൊട്ടത്തരമല്ലേ? എടോ മോശേ, ഇവിടെ പുരുഷന്റെ വസ്ത്രം ഏതാടോ, സ്ത്രീയുടെ വസ്ത്രം ഏതാടോ? ചണച്ചാക്ക് കൊണ്ടോ തോൽവാറ് കൊണ്ടോ ഇലക്കഷ്ണങ്ങൾ കൊണ്ടോ മനുഷ്യൻ നഗ്നത മറക്കണമെന്ന് ഇവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പുരുഷന്റെ വസ്ത്രം സ്ത്രീയുടെ വസ്ത്രം. ഓരോ മണ്ടത്തരം അടി. മോശ പറയും എന്നെ തല്ലണ്ട, ആത്മാവ് വെളിപ്പെടുത്തി ഞാൻ എഴുതി. കമ്പ്യൂട്ടർ യുഗം വരുമ്പോൾ ഇത് നടന്നുകൊള്ളും പ്രിയരെ. ഇന്ന് റോഡിൽ കുളന്ന് ഇറങ്ങി നടന്നു നോക്കേ, ഈ പ്രവചനത്തിന്റെ നിവൃത്തി കാണാം. ഇന്ന് വഴിയെ നടന്നു പോകുന്നത് ആണാണോ പെണ്ണാണോ വേഷം കൊണ്ടറിയത്തില്ല, സ്കാൻ ചെയ്ത് നോക്കേണ്ട ഗതിയാ. ആമേൻ. പഴയ കാലത്ത് സഹോദരിമാര് വളരെ പ്രാധാന്യം കൊടുത്തത് വസ്തുത. തലമുടി എന്ന് പറയല്ലേ, ചില ചെക്കന്മാര് പറയും മുട്ടോളം മുടിയുള്ള പെണ്ണ് വേണം, സ്ത്രീധനം ഇല്ലേലും വേണ്ടില്ല. ആ കാലമൊക്കെ പോയി. ഇന്നിപ്പോൾ ആമേൻ ഉള്ള മുടിയും കൂടെ വെട്ടിക്കളഞ്ഞ് മുട്ടയടിച്ച് തൊപ്പിയിട്ട് ജീൻസും വലിച്ചു കയറ്റി ബൈക്ക് ഓടിച്ചു പോകുന്ന പോക്ക് കണ്ടാൽ ഇതാണാണോ പെണ്ണാണോ? സഭാപ്രസംഗികന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആവോ ആർക്കറിയാം. പുള്ളി അങ്ങനെ പറയുന്നത്. ആമേൻ. ശ്രദ്ധിക്കണേ, എന്തിനധികം പറയുന്നു, സൂപ്പർ സ്റ്റാർ സിനിമ നായകന്മാര് പോലും ഇപ്പൊ സാരിയും ചുരിദാറും ബ്ലൗസും ഒക്കെ ഇട്ടുകൊണ്ടാണ് മുക്കിന് ഫ്ലെക്സേലും ബാനറേലും സിനിമാ താരങ്ങൾ സൂപ്പർ സ്റ്റാറുകള് സാരിയും ചുരിദാറും ഇട്ടുകൊണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന രംഗം വഴി പോകുന്നവരും വാഹനം ഓടിച്ചു പോകുന്നവരെല്ലാം കണ്ടു പറഞ്ഞ കാഴ്ചയാ. ശരിയാണോ ഈ പറയുന്നേ? ഉണ്ടല്ലോ, അവള് പറയാ നിനക്ക് മനസ്സിലായില്ലൂടി, ദിലീപിന്റെ കാര്യമാണ്, നമുക്ക് മനസ്സിലായി. എന്തായാലും കാര്യം പിടികിട്ടിയല്ലോ. ശ്രദ്ധിക്കണമേ. അപ്പോൾ അതും നിവർത്തിയായില്ലേ? അതെ, ഇതൊക്കെ കൊച്ചു കൊച്ചു കാര്യങ്ങളല്ലേ ഉപദേശി തന്നെ. എന്നാൽ ഇച്ചിരി ഗൗരവമുള്ള വിഷയത്തിലേക്ക് ഞാൻ വരാം. ആയിരക്കണക്കിന് വർഷങ്ങൾക്കപ്പുറം 73-ാം സങ്കീർത്തനം 9-ാം വാക്യത്തിൽ കണ്ടുപിടുത്തം ഇല്ലാത്ത ടെക്നോളജി ഇല്ലാത്ത കാലത്ത് ആസാബ് എന്ന് പറഞ്ഞ ഉപദേശി 73-ാം സങ്കീർത്തനം 9-ാം വാക്യത്തിൽ കുറിച്ച വാക്യം ഒന്ന് വായിച്ചാട്ടെ. അവർ വായ് ആകാശത്തോളം ഉയർത്തുന്നു, അവരുടെ നാവ് ഭൂമിയിൽ സഞ്ചരിക്കുന്നു. കണ്ടുപിടുത്തമില്ലാത്ത ടെക്നോളജി ഇല്ലാത്ത കാലത്ത് ആസാബ് ഉപദേശി പറയുകയാണ്, മനുഷ്യൻ അവന്റെ വായ ആകാശത്തോളം ഉയർത്തും. തീർന്നില്ല. അവന്റെ നാക്ക് ഭൂമിയിൽ സഞ്ചരിക്കും. അയ്യോ, ഈ ആസാപ്പിന്ന് തല്ലുകൊണ്ട്. എടോ ആസാപ്പേ, മനുഷ്യന്റെ വായ ആകാശത്തോളം ഉയർത്തുന്ന വായ എന്തുവാടോ വലിച്ചു കീറും ആകാശത്തോട്ട്. അവന്റെ നാക്ക് ഭൂമിയിൽ സഞ്ചരിക്കും. നാക്ക് എന്തുവാടോ കയറാണോ, നിലത്ത് കിടന്നിടയാ, അതോ പാമ്പോ? ഓരോ മണ്ടത്തിൽ എഴുതി വെച്ചിട്ട് കാര്യം കണ്ടുപിടുത്തങ്ങളില്ലല്ലോ. ഇതെങ്ങനെ നടക്കും? ആരും ഇത് വെട്ടിക്കളഞ്ഞില്ല, ആരും ഈ പേപ്പർ കീറിക്കളഞ്ഞില്ല. 2014 കമ്പ്യൂട്ടർ യുഗത്തിൽ ജീവിക്കുന്ന തുമ്പമൻ പറഞ്ഞ് ഇന്ന് മനുഷ്യന്റെ വായി ആകാശത്തോളം ഉയർത്തുന്നുണ്ടോ? മറുപടി, ആകാശത്തുകൂടി പറക്കുന്ന റോക്കറ്റുകളും ഫ്ലൈറ്റുകളും ഭൂമിയിലിരിക്കുന്ന മനുഷ്യന്റെ വായ ഇവിടെ ഇരുന്ന് അവിടുത്തെ റൂട്ട് നിയന്ത്രിക്കുന്ന കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും ജീവിക്കുന്നു. തീർന്നില്ല. അവന്റെ നാക്ക് ഭൂമിയിലെങ്ങും സഞ്ചരിക്കുമോ? തീപ്പട്ടിക്കൂട് പോലെ പോക്കറ്റിലിരിക്കുന്ന മൊബൈൽ എടുത്ത് ചെവി വെച്ചുകൊണ്ട് ഒരു ഹലോ പറഞ്ഞു നോക്കേ. മനുഷ്യന്റെ നാവ് സഞ്ചരിക്കാൻ തുടങ്ങിയ ടവറുകളിൽ നിന്ന് ടവറുകളിലേക്ക്, സാറ്റലൈറ്റിൽ നിന്ന് സാറ്റലൈറ്റിലേക്ക്, അങ്ങനെ ലോകത്തിന്റെ 5 വൻകരയിൽ ഈ രാത്രിയിലും മനുഷ്യന്റെ നാവ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ബൈബിൾ പറഞ്ഞ പ്രവചനം കമ്പ്യൂട്ടർ യുഗത്തിൽ നിവർത്തി. അല്പം
കൂടെ ഗൗരവമുള്ള ഒരു പ്രവചനത്തിലേക്ക് വരാം. ഉപദ്യ പ്രവാചകൻ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഉപദ്യാവ് എന്ന് പറഞ്ഞ പ്രവാചകൻ 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ എഴുതപ്പെട്ട പ്രവചന ശബ്ദം ഒന്ന് കേട്ടാട്ടെ. നീ കഴുകനെ പോലെ ഉയർന്നാലും നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുവെച്ചാലും അവിടെ നിന്ന് ഞാൻ നിന്നെ ഇറക്കുമെന്ന് യഹോവയുടെ കണ്ടോ കണ്ടുപിടുത്തങ്ങളില്ലാത്ത ടെക്നോളജി ഇല്ലാത്ത കാലത്ത് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, എഴുതടാ ഉപദ്യാവേ. എന്താ മനുഷ്യ, നീ കഴുകനെ പോലെ ആകാശത്തുകൂടെ പറന്ന് കളിച്ചാലും നക്ഷത്രമണ്ഡലങ്ങളിൽ നീ കൂടുവച്ചാലും അവിടെ നിന്നും നിന്നെ താഴെ ഇറക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് നീ മറക്കരുത്. കണ്ടുപിടുത്തമില്ല, ടെക്നോളജി ഇല്ല, കമ്പ്യൂട്ടർ ഇല്ല, മനുഷ്യൻ കഴുകനെ പോലെ പറക്കുമെന്ന്. ഇതിൽ പരം മണ്ടത്തരം വേറെ ഉണ്ടോ അമ്മാമ്മേ? എങ്ങനെ പറക്കൂടോ ഉപദേശി? ചിറക് കെട്ടി പറക്കൂടൂ? അതോ പണ്ട് ഇത്തിക്കരപ്പൊക്കി പറഞ്ഞ പോലെ ഓലമടൽ വെട്ടി പറക്കൂടൂ? ഓരോ മണ്ടത്തരമേ സ്നേഹിത. ആരും ഈ വചനം വെട്ടിക്കളഞ്ഞില്ല, ആരും ഈ പേപ്പർ കീറിക്കളഞ്ഞില്ല. 2014 കമ്പ്യൂട്ടർ യുഗത്തിൽ മനുഷ്യൻ ആകാശത്തുകൂടെ പറക്കുന്നുണ്ടോ? സഹോദരിമാരെ ഉണ്ടോ? ഉണ്ടെന്നില്ല. അച്ചാച്ചന്മാരൊക്കെ ലീവിന് വന്നിട്ട് പോയില്ലേ? അത് തന്നെ പറഞ്ഞേ, അങ്ങോട്ടും ഇങ്ങോട്ടും പറന്ന് കളിക്കുകയല്ലേ. തീർന്നില്ല. നക്ഷത്രങ്ങളുടെ മനുഷ്യൻ കൂടി വെച്ചോ? പറഞ്ഞു തരാം. ചന്ദ്രൻ നക്ഷത്രമണ്ഡലമാ. മനുഷ്യന്റെ പാദം അവിടെ ചവിട്ടിയോ? തീർന്നില്ല. ചൊവ്വായിലും വ്യാഴത്തിലും ഓക്സിജനും ജലാംശവും ഉണ്ടെന്ന് കണ്ടുപിടിച്ചോ? അവിടെ മനുഷ്യർക്ക് വാസയോഗ്യമാണെന്ന് കണ്ടുപിടിച്ചു. അതുകൊണ്ട് അവിടെ പാർക്കുവാൻ, അവിടെ പ്ലോട്ട് തിരിച്ചു വീട് വെക്കാൻ, കല്ലും മണലും ഇവിടുന്ന് കൊണ്ടുപോകാൻ ഒക്കുമെന്ന് റിയൽ എസ്റ്റേറ്റുകാര് പഠനം നടത്തുന്ന വാർത്ത ഇന്റർനെറ്റുകളിൽ കാണുന്നുണ്ടോ സ്നേഹിത? ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിന്റെ വചനം പറയുകയാണ്, ആമേൻ, നീ നക്ഷത്രമണ്ഡലങ്ങളിൽ ആമേൻ കൂടുവച്ചാലും പ്ലോട്ട് തിരിച്ചു വീട് വെച്ചാലും കൂടുവച്ചാലും ഒരൊറ്റ നിമിഷം കൊണ്ട് അവിടെ നിന്നും നിന്നെ താഴെ കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ടെന്ന് നീ മറക്കരുത്. ആമേൻ. കേൾക്കണമേ, കേൾക്കണമേ. ആമേൻ, ആമേൻ. ഇന്ന് ചിലരുടെ ചിന്ത 2 നില വീടും 2 ഏക്കർ റബ്ബറും 2 കാറും സിറ്റിയിൽ ഒരു ഫ്ലാറ്റും ഒക്കെ ഉണ്ട് തികഞ്ഞെന്നാ. കുഞ്ഞേ, ഒരൊറ്റ ക്യാൻസർ പോലെ നീ താഴെ വരും. അതുകൊണ്ട് റബ്ബറിന്റെ കണക്ക് പറഞ്ഞ് നീ മസിൽ പിടിക്കല്ലേ, തമ്പുരാനോട് മസിൽ പിടിക്കല്ലേ. നക്ഷത്രമണ്ഡലങ്ങളിൽ നീ കൂടുവെച്ചാലും ഒരൊറ്റ നിമിഷം കൊണ്ട് നിന്നെ താഴെ കൊണ്ടുവരാൻ കഴിവുള്ള ഒരു ദൈവം ജീവിക്കുന്നുണ്ടെന്ന് മനുഷ്യ നീ മറന്നു പോകരുത്. ആമേൻ. ഇനിയും കേൾക്കണമോ? ഇനി 2 പ്രവചനം കൂടെ പറഞ്ഞ് ഞാൻ അടുത്ത പോയിന്റിലേക്ക് ഓടി വരും. സമയത്തിന്റെ പരിമിതിയിൽ ശ്രദ്ധിക്കണമേ. ആമേൻ. ഇന്ന് പത്രം TV മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച നടക്കുന്ന ഒരു സംഭവം എന്താ? ഗാസയിൽ അടിയാ. ആര് പറഞ്ഞിട്ട് ഇസ്രായേൽ കേൾക്കുന്നില്ല, അവൻ വേടി വെച്ചുകൊണ്ടിരിക്കുക. കേൾക്കണേ, ഗാസ പ്രശ്നമാണ് ഇപ്പൊ നിലവിൽ നിൽക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. സർവേ ആൾക്കാർക്ക് ഇത് സംസാരിക്കാനേ സമയമുള്ളൂ. അയ്യോ, പിഞ്ചു കൊച്ചുകളെ വരെ കൊല്ലുന്നടിയേ പറയാമേ. എല്ലാവർക്കും ഇത് തന്നെയാ സംസാരം. എന്നാ കേട്ടോ, ആമേൻ, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് 2014 ഗാസയിൽ ഇന്ന് നടക്കുന്ന അടി ആയിരക്കണക്കിന് വർഷം മുമ്പ് പേര് സഹിതം കുറിക്കപ്പെട്ടത് കേൾക്കണോ? വായിക്ക്. ആമോസ് 1-ാം അധ്യായം 6ഉം 7ഉം വാക്യങ്ങൾ. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. കേൾക്കൂ തുമ്പമണ്ണേ, യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. ഗസയുടെ 3-4 അതിക്രമ നിമിത്തം. കണ്ടോ, ഗസ എന്ന് നമ്മുടെ ബൈബിളിൽ, ഇംഗ്ലീഷിൽ ഗസ, ഗാസ, മറ്റേ POC ബൈബിളിൽ ഗാസ എന്ന് തന്നെ എഴുതിയിരിക്കുന്നത്. ആമേ, 2 സംഗതി ഒന്ന് തന്നെ. ഗസയ്ക്കു നേരെ 3-4 അതിക്രമ നിമിത്തം അവർ ഏദോമിനെ ഏൽപ്പിക്കേണ്ടതിന് ബദ്ധന്മാരെ ആസകലം കൊണ്ടുപോയിരിക്കുകയാൽ. ബദ്ധന്മാരെ, ദൈവത്തിന്റെ ജനത്തെ ഏദോമ്യരെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിന് ഗാസ കാണിച്ച 3-4 അതിക്രമം നിമിത്തം അവർ ഏദോമിനെ ഏൽപ്പിക്കേണ്ടതിന് ബദ്ധന്മാരെ ആസകലം കൊണ്ടുപോയിരിക്കുകയാൽ ഞാൻ ശിക്ഷ മടക്കി കളയുകയില്ല. അവരുടെ ശിക്ഷ ഞാൻ മടക്കി കളയത്തില്ല. അടുത്ത വാക്ക് ശ്രദ്ധിച്ചു കേട്ടണം. ഞാൻ ഗസയുടെ മതിലിനകത്ത് ഒരു തീ അയക്കും. യഹോവ അരുളിച്ചെയ്യുകയാ, ഗസയുടെ മതിലിനകത്ത് ഞാനൊരു തീ അയക്കും. അത് അതിന്റെ അരമനകളെ ദഹിപ്പിച്ചു കളയും. കണ്ടോ, ദൈവത്തിന്റെ തീയാ ഇന്നവിടെ ദഹിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ആരും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല.
കൊച്ചൊന്നും വലുതെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവത്തിന്റെ ന്യായവിധി തന്റെ ജനത്തെ ഏതോമ്യരെ ഏൽപ്പിക്കേണ്ടതിന് പണ്ടവൻ ചെയ്തു വിട്ടതൊന്നും ഇവൻ വിചാരിച്ചു ഇതൊന്നും ആരും കാണുന്നില്ലെന്ന്. കുഞ്ഞേ, 3 or 4 അതിക്രമം നീ ചെയ്തതൊന്നും തമ്പുരാൻ കാണുന്നില്ലെന്ന് വിചാരിക്കണ്ട. ദൈവജനത്തിന്റെ നേരെ ഒരുത്തൻ കരം നീട്ടിയിട്ടുണ്ടെങ്കിൽ തലമുറകൾ പിന്നിട്ടാലും അത് ദൈവം മടക്കിക്കളയത്തില്ല. അവൻ ദൈവത്തിന്റെ ന്യായവിധി അവൻ അനുഭവിച്ചേ മതിയാകത്തുള്ളൂ. അതിൽ കോംപ്രമൈസ് ഇല്ല എന്റെ ദൈവത്തിന്. പിടികിട്ടുന്നുണ്ടോ? ഗാസയിലെ അടിയുമ്പോൾ എഴുതി വെച്ചിരിക്കുക 1000കണക്കിന് വർഷം മുമ്പ്. ഇനി ഒരൊറ്റ പ്രവചനം കൂടെ പറഞ്ഞ് ഞാൻ അടുത്ത പോയിന്റിലേക്ക് ഓടി വരാൻ ആഗ്രഹിക്കുക. അത് പറയുന്നതിന് മുമ്പ് എനിക്കൊരു സംഭവം പറയണം. 2004 ഡിസംബർ 26 ഞായറാഴ്ച പകൽ 10 മണി കഴിഞ്ഞ് കേരളക്കരയെ ഞെട്ടിത്തെറിപ്പിച്ചൊരു സംഭവം ഉണ്ടായി. മറന്നില്ലെങ്കിൽ ഒന്ന് പറഞ്ഞാട്ടെ. എന്താ മാമി? സുനാമി. എന്താ സുനാമി? സമുദ്രത്തിലെ തിരമാല ഭൂമിയിലേക്ക് കയറി വന്നു. ആ തിരമാല കുഞ്ഞിനെ ശാസ്ത്രജ്ഞന്മാരെ കയ്യിലെടുത്ത് പേരും വിളിച്ചു. മോളെ സുനാമി വാവേ, അവരാ പേരിടുന്നു. തിരമാല വന്നു സുനാമി എന്ന് വിളിച്ചു. നല്ലൊരു കാറ്റടിച്ചപ്പോൾ കത്രീന എന്ന് വിളിച്ചു. കഴിഞ്ഞ മാസം കോവളത്തൊരു കാറ്റടിച്ചപ്പം ഗസ്റ്റിമോളെ എന്ന് വിളിച്ചു. അവരാ പേരിടുന്നു. എന്തിനല്ലോ ആട്ടെ, നോക്കണേ. അവൻ 2004 ഡിസംബർ 26 കമ്പ്യൂട്ടർ യുഗമാ ആണോ? എല്ലാ കണ്ടുപിടുത്തവും ടെക്നോളജി നിലവിലുള്ള കമ്പ്യൂട്ടർ യുഗത്തിൽ സമുദ്രത്തിൽ കിടക്കുന്ന തിരമാല ഭൂമിയിലേക്ക് ഇങ്ങനെ കയറി വീശുമെന്ന് 1 മണിക്കൂർ മുമ്പ്, 1 മിനിറ്റ് മുമ്പ്, 1 സെക്കൻഡ് മുമ്പ് ഒറ്റ ശാസ്ത്രം മുന്നറിയിപ്പ് നൽകി വെച്ചാ തന്നില്ല. ചിലത് പറയും തന്നെന്ന്. എപ്പോഴാ സംഭവിച്ചു കഴിഞ്ഞപ്പം മാന്യന്മാർ പറഞ്ഞു അടുത്ത ആഴ്ച വരും, പിന്നത്തെ ആഴ്ച വരും, ദേ വരുന്നതോ. അതിപ്പോ ഏത് പൊട്ടനും പറയാടോ, വലിയ കഴിവൊന്നും വേണ്ട. സംഭവിക്കുന്നതിന് മുന്നേ പറഞ്ഞു എന്നാണ് എന്റെ ചോദ്യമെങ്കിൽ പറഞ്ഞില്ല. എന്നാ നീ കേട്ടോ, 1000കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ആമോസ് എന്ന പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 7-ാം വാക്യത്തിൽ എന്റെ ദൈവം എഴുതി വെച്ചു, സുനാമി എന്തിനു വരും, എങ്ങനെ വരും, ആരുടെ നെഞ്ചത്ത് വരും. നല്ല കൃത്യമായി കേട്ടോ, വായിച്ചേ. ന്യായത്തെ കാഞ്ഞിരമാക്കി തീർക്കുകയും നീതിയെ നിലത്ത് തള്ളിയിട്ട് കളയുകയും ചെയ്യുന്നവരെ. ന്യായത്തെ കാഞ്ഞിരമാക്കുകയും നീതിയെ നിലത്ത് തള്ളിയിടുകയും ചെയ്യുന്ന ജനമേ. ആരാണ് സൂക്ഷിക്കേണ്ടത്? ന്യായത്തെ കാഞ്ഞിരമാക്കുന്നവരും നീതിയെ നിലത്ത് തള്ളിയിടുന്നവരും തുമ്പമണ്ണുണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. മനസ്സിലായില്ല? പറഞ്ഞുതരാം. ന്യായത്തെ കാഞ്ഞിരമാക്കുന്നു എന്ന് പറഞ്ഞാൽ കാഞ്ഞിരത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാ കയ്പ്. ന്യായം എന്ന് പറഞ്ഞാലോ സത്യം. സത്യത്തെ കാഞ്ഞിരമാക്കുന്ന ജനം എന്ന് പറഞ്ഞാൽ കുടിക്കല്ലേ അച്ഛ, അച്ഛ വലിക്കല്ലേ അച്ഛ, അച്ഛ ഭാര്യയെ തല്ലല്ലേ അച്ഛ, അയ്യോ ഡൈവേഴ്സ് ചെയ്യല്ലേ മോനെ, കഞ്ചാവ് അടിക്കല്ലേടാ, അയ്യോ നീ ഇങ്ങനെ നശിക്കല്ലേടാ, നിന്റെ പപ്പയും മമ്മി എത്ര കഷ്ടപ്പെട്ട് വളർത്തിയ കുഞ്ഞ്, അതുകൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടാ, പ്രാർത്ഥനയ്ക്ക് പാടാ. ന്യായമായ കാര്യം പറയുമ്പം അവനിത് കയ്പാ. എന്തിക്കോ നമ്മളെ ഉപദേശിക്കാൻ അവനങ്ങ് തുപ്പിക്കളയ. ന്യായത്തെ കാഞ്ഞിരമാക്കുന്ന ജനം തീർന്നില്ല, നീതിയെ നിലത്ത് തള്ളിയിടുന്നവൻ. അതാരാ പറയാം? വെള്ളമടിച്ച് മുണ്ടും മടക്കി കുത്തി കവലയിൽ നിന്ന് തെറി വിളിക്കുന്നവൻ അന്തസാട്ട് അവിടെ നിന്ന് വിളിക്കും. ആർക്കും പരാതിയില്ല. പരാതി പറഞ്ഞാൽ പിറ്റേന്ന് അവന്റെ വീട്ടിൽ പോയി വിളിക്കും. അതുകൊണ്ട് മിണ്ടൂല്ല. എന്നാൽ ഇപ്പുറത്തോട്ട് മാറി ഇന്ന് വെള്ളയുടുപ്പം കറുത്തപാൻറ് വിട്ട് കുടിക്കല്ലേ വലിക്കല്ലേ എന്ന് പ്രസംഗിക്കുന്നവനെ കണ്ടാൽ കൊച്ചു കുഞ്ഞിന് വരെ ഒന്ന് തല്ലിയാ കൊള്ളാവുന്ന തോന്നുക. ഇതെന്ത് കാലമാടാ? പിന്നല്ല. മനസ്സിലാകുന്നില്ല? പിടികിട്ടുന്നുണ്ടോ? ഞാൻ കൊട്ടാരക്കരയ്ക്കടുത്ത് ഒരു ഗ്രാമത്തിൽ പരസ്യയോഗത്തിന് പോയച്ച. ഒരു ഉൾഗ്രാമത്തിൽ ഒരു കടയുടെ മുമ്പിൽ ഞാൻ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വളരെ വയസ്സായ 2 അപ്പച്ചന്മാരിങ്ങനെ കൂനി വന്ന് ആ കടത്തിണ്ണ ഇരുന്നു ദൈവവചനം കേട്ടു. 15 മിനിറ്റ് കഴിഞ്ഞ് ഞാനിതെല്ലാം പറക്കി കെട്ടി പോകുമ്പോൾ ഈ അപ്പച്ചന്മാർ അടുത്ത് വന്നിട്ട് പറയാ, എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾ ഇവിടെ കിടന്നുകൊണ്ട് ഈ തൊണ്ട കീറി നല്ല കാര്യം വിളിച്ചു പറഞ്ഞുകൊണ്ടൊന്നും ഇവിടെങ്ങും ഒരു ജനൽ തുറക്കാൻ പോകുന്നില്ല, ഒരു കഥ തുറക്കാൻ പോകുന്നില്ല. പിന്നെ നിങ്ങൾക്ക് ഒക്കുമെങ്കിൽ നല്ല 4 തെറി ഈ മൈക്കിൽ കൂടെ വിളിച്ചു പറ, ഇവിടുത്തെ കുടുംബശ്രീയിലെ പെണ്ണുങ്ങളെല്ലാം ഇപ്പൊ പുറത്തു വരും. ഞാനല്ല പറഞ്ഞ കേട്ടോ, അവിടുത്തെ അപ്പച്ചന്മാര് പറഞ്ഞതാ. നല്ല ഡോസ് കൂടിയ 4 തെറി അങ്ങോട്ട് വിളിച്ച് എല്ലാ കഥകും ഇപ്പൊ തുറക്കും, എല്ലാ ജനലും തുറക്കും, എല്ലാവരും ഇപ്പം മതലിന്റെ വെളിയിലോട്ട് വരും. അതുകൊണ്ട് നല്ലത് പറയുന്ന ഇഷ്ടപ്പെടാത്തത് കേട്ടോ. ന്യായത്തെ കാഞ്ഞിരമാക്കുകയും നീതിയെ നിലത്ത് തള്ളിയിടുകയും ചെയ്യുന്ന ജനമേ, നിങ്ങൾ അറിയണം. എന്തറിയണം? അടുത്ത വാക്ക്
കാർത്തികയെയും മകയിരത്തെയും സൃഷ്ടിച്ചവൻ അന്ധതമസിനെ പ്രഭാതമാക്കി മാറ്റുകയും എന്ന് പറഞ്ഞാൽ രാത്രിയെ പകലാക്കി മാറ്റുന്നവൻ, പകലിനെ രാത്രിയാക്കി ഇരുട്ടുകയും പകലിനെ തിരിച്ച് രാത്രിയാക്കി ഇരുട്ടുന്നവൻ. അടുത്ത വാക്ക് ശ്രദ്ധിച്ചു കേട്ടോണം. സമുദ്രത്തിലെ വെള്ളത്തെ വിളിച്ച്, സമുദ്രത്തിൽ കിടക്കുന്ന വെള്ളത്തെ വിളിച്ച്. എങ്ങനെയാ അമ്മാമേ? എങ്ങനെയാച്ചാ? ഉറക്കെ പറയാച്ചാ? വിളിച്ച് എന്ന് പറഞ്ഞാൽ എന്താ? വിളിക്കാതെ ഇങ്ങോട്ട് കയറി വരാൻ പുള്ളി അത്രയ്ക്ക് മാനം കെട്ടുന്നൊന്നുമല്ല. ആര്? സമുദ്രം. ചിലർ വിളിക്കാത്ത കല്യാണത്തിന് പോയി ആഞ്ഞടിക്കത്തില്ലേ? അതുപോലെ ഇങ്ങോട്ട് കയറി വരാൻ സമുദ്രം അത്രയ്ക്ക് കുറഞ്ഞ പുള്ളിയൊന്നുമല്ല. സമുദ്രത്തെ വിളിച്ചട്ടാച്ചാ വന്നത്. ആര് വിളിച്ചു? ആര് വിളിച്ചു? സമുദ്രത്തിൽ കിടക്കുന്ന വെള്ളത്തെ വിളിച്ചു. ആര്? ഉൽപ്പത്തി 1:10 വെള്ളത്തിന്റെ കൂട്ടത്തോട് അതിരിട്ട് മാറി നിൽക്കാൻ കൽപ്പിച്ചവൻ. ആ വെള്ളക്കൂട്ടത്തിന് സമുദ്രമെന്ന് പേര് വിളിച്ചവൻ യഹോവയായ ദൈവം, സൃഷ്ടാവായ ദൈവം, സൃഷ്ടിയായ സമുദ്രത്തെ വിളിച്ചിട്ട് എന്ത് ചെയ്തു? വായിച്ചേ. ഭൂതലത്തിൽ പകരുകയും. എവിടെ? ഭൂതലത്തിൽ പകരും. എവിടെ? സമുദ്രത്തിൽ കിടക്കുന്ന വെള്ളത്തെ വിളിച്ച് ഭൂതലത്തിൽ പകരുകയും ചെയ്യുന്നവനെ അന്വേഷിപ്പീൻ. തുമ്പമൺ ദേശമേ, ഒരൊറ്റ വാക്കുകൊണ്ട് സമുദ്രത്തിലെ വെള്ളത്തെ വിളിച്ച് ഭൂമിയിൽ പകരാൻ കഴിവുള്ള ഒരു ദൈവം ജീവിക്കുന്നു. ദേശമേ, ദേശമേ, അവനെ അന്വേഷിപ്പേ. അറിയണമോ അവന്റെ പേര്? യഹോവ എന്നാകുന്നു അവന്റെ നാമം. കണ്ടോ സ്നേഹിത, ഇസ്ലാമിക പശ്ചാത്തലത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഷമീർ എന്തുകൊണ്ട് ഇന്ന് രാത്രി ഇവിടെ യേശുവിനെ പ്രസംഗിക്കുന്നു? കവലകളിൽ, തെരുവീതികളിൽ എന്തുകൊണ്ട് ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു? സാക്ഷാൽ ദൈവത്തിന്റെ അരുളപ്പാടുകളാണ് വിശുദ്ധ വേദപുസ്തകം. കോഴിക്കോട് ഭാഗത്ത് പ്രസംഗിച്ചിട്ട് ഇറങ്ങിയപ്പോൾ ഒരു മുസ്ലിം സഹോദരൻ വന്നിട്ട് പറഞ്ഞു, സുഹൃത്തെ, താങ്കൾ ഈ പറഞ്ഞ ലോകത്തിന്റെ സൃഷ്ടിയെക്കുറിച്ചും ചരാചരങ്ങളെ സൃഷ്ടിച്ചതിനെ കുറിച്ചും മനുഷ്യനെ സൃഷ്ടിച്ചതിനെ കുറിച്ചും ഇതെല്ലാം താങ്കളുടെ കയ്യിലിരുന്ന ഖുറാനിലും ഉണ്ടായിരുന്നല്ലോ, പിന്നെ അത് വിട്ടേച്ചെന്തിനാ താങ്കൾ ഇതെടുത്തെന്ന് ചോദിച്ചപ്പോൾ നല്ല ചോദ്യമാണ്, അതുകൊണ്ടാണ് അതിപ്പോ പറയുന്നേ. ഞാൻ പറഞ്ഞ മറുപടി, സ്നേഹിത, ആ പുസ്തകത്തിൽ ഇതൊക്കെ ഉണ്ട്, അതിലൊന്നും നമുക്ക് തർക്കമില്ല. അത് മാത്രമല്ല, വേറെ പല പുസ്തകത്തിൽ ഇതൊക്കെ കാണും, അതിലൊന്നും നമുക്ക് തർക്കമില്ല. പക്ഷേ എപ്പോഴാണ് ഈ പുസ്തകം അത് പറഞ്ഞത്? ഈ വിശുദ്ധ വേദപുസ്തകമാകുന്ന ബൈബിൾ ലോകത്തിലേക്ക് നൽകപ്പെട്ട 610 വർഷം കഴിഞ്ഞാണ് അത് പറഞ്ഞത്. അത് പറയുന്നതിന് 600 വർഷം മുമ്പേ ഇത് പറഞ്ഞതുകൊണ്ടാ ഞാൻ അത് വിട്ട് ഇതെടുത്തത്. ഇനി തുമ്പമണ്ണിൽ ആർക്കെങ്കിലും ഇത് പറയുന്നതിന് മുമ്പേ ഞങ്ങളുടെ പുസ്തകം പറഞ്ഞായിരുന്നോ എന്നൊരു ഫോട്ടോ സ്റ്റാറ്റെങ്കിലും കൊണ്ടുവന്നാൽ ഇത് വിട്ടേച്ച് ഞാൻ നിങ്ങളുടെ കൂടെ വരാൻ റെഡിയാ. കാര്യം അതാണ് ദൈവം. അതെ, ഈ പുസ്തകം പറയുന്നതിന് മുമ്പ് അരമണിക്കൂർ മുമ്പേ ഞങ്ങൾ പ്രവചിച്ചിരുന്നു എന്ന് ഒരു ഫോട്ടോ സ്റ്റാറ്റെങ്കിലും ഹാജരാക്കാൻ ആമേൻ ഉണ്ടെങ്കിൽ ഈ പുസ്തകം വെച്ച് വരുന്നതിൽ എനിക്കെന്താ തടസ്സം? അതുകൊണ്ട് സ്നേഹിത, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച യഹോവയായ ദൈവം സമുദ്രത്തിലെ വെള്ളത്തെ വിളിച്ച് ഭൂതലത്തിൽ പകരും എന്ന് പ്രവചിച്ച പ്രവചനം 2004 ഡിസംബർ 26 നിവൃത്തിയായി. ഇത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബാധിച്ച ജില്ല കൊല്ലം ജില്ല, ആലപ്പാട് തീരദേശമായിരുന്നു, അല്ലേ? ആമേൻ. എന്നാ കേട്ടോ, ഇനി 1-2 സംഭവങ്ങൾ എടുത്തു പറയുക. ഇത് സംഭവിച്ച ഡേറ്റിന് 2 പ്രത്യേകതയുണ്ട്. എന്താ? ഡിസംബർ 26 ഞായറാഴ്ച. 2 പ്രത്യേകത. അതിലൊന്ന് ഞാൻ പറയാം, ഒന്ന് നിങ്ങൾ പറയണം. ഒന്ന് ഞായറാഴ്ചയായിരുന്നു. എന്താ ഞായറാഴ്ച? കർത്തൃ ദിവസം, അല്ലേ? ആഴ്ചവട്ടത്തിൽ 1-ാം ദിവസം, കർത്താവ് ഉയർത്തേണ്ട ദിവസം. ചിലർക്ക് അവധി ദിവസം, ചിലർക്ക് പോത്തിനെ മേടിക്കുന്ന ദിവസം. അങ്ങനെ ഞായറാഴ്ച ദിവസം, അല്ലേ? 2ാമത്തെ പ്രത്യേകത എന്താ? നിങ്ങൾ പറഞ്ഞേ. ഡിസംബർ 26 ഉണ്ടെന്നില്ല? പിന്നല്ല, ക്രിസ്മസിന്റെ പിറ്റേ ദിവസം. നാട്ടുഭാഷ പറഞ്ഞാൽ ക്രിസ്ത്യാനികൾ യേശുവിനെ ജനിപ്പിച്ചതിന്റെ പിറ്റേ ദിവസം. അതാണ് ശരി. കാര്യം എല്ലാ ക്രിസ്മസിനും ജനിപ്പിക്കും, ദുഃഖവെള്ളിക്ക് കൊല്ലും. 1 വയസ്സ് പോലും വളരാൻ അനുവദിച്ചിട്ടില്ല ഇന്നു വരെ. ഒരു വേദനയാ സ്വർഗത്തിന്. അടുത്ത വർഷം, അടുത്ത ക്രിസ്മസ് വരെങ്കിലും ഒന്ന് ജീവിപ്പിക്കട, 1 വയസ്സെങ്കിലും ആവട്ടെ. സമ്മതിക്കൂല, അതിനു മുമ്പേ കൊല്ലും. എന്റെ പ്രിയ സ്നേഹിത, താങ്കളുടെ കണ്ണു തുറക്കുന്നുണ്ടോ? 33 തിരുവയസ്സ് വരെ ഈ ഭൂമണ്ഡലത്തിൽ ജീവിച്ച് ജനിച്ച് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിന്നും പിതാവിന്റെ വലത്തു ഭാഗത്ത് ജീവനോടെ ആളത്വമായി ഇരിക്കുന്ന സാക്ഷാൽ ദൈവമായ ക്രിസ്തുവിനെ നീ തന്നെ പിന്നെയും കൊല്ലരുത്.
കൊല്ലാൻ നിൽക്കുന്ന രംഗം തിരുവനന്തപുരത്താണ് കാണേണ്ടിയ രംഗം. റോഡിൽ കൂടെ കരഞ്ഞുകൊണ്ട് നടക്കുന്ന പെണ്ണുങ്ങൾ ഞാൻ കാണാറുണ്ട്. സ്നേഹിത, ആമേൻ, എല്ലാ സ്നേഹത്തോടു കൂടി ഞാൻ പറയട്ടെ, സാക്ഷാൽ ദൈവമായ ക്രിസ്തു ക്രൂശിൽ കിടന്ന് പിടയുന്ന രംഗം കണ്ടപ്പോൾ യെരൂശലേമിലെ പെണ്ണുങ്ങൾ മാറത്തടിച്ച് കരഞ്ഞു. അയ്യോ എന്റെ പൊന്നെ കർത്താവ്, നിനക്കീകരി വന്നല്ലോ. ഇവളുമാര് കരയാൻ തുടങ്ങിയപ്പോ എന്റെ കർത്താവ് പറഞ്ഞ വാക്കെന്തെന്നറിയാമോ? യെരൂശലേമിലെ പെണ്ണുങ്ങളെ, എന്നെ ചൊല്ലി കരയണ്ട. എന്താ അതിന്റെ കാരണം? ഞാൻ വഴിയിൽ കൂടെ നടന്നു പോയപ്പോ അബദ്ധത്തിൽ പിടിച്ചു കയറ്റി ക്രൂശിച്ചതല്ല എന്നെ. മാനവജാതിക്ക് വേണ്ടി സ്വന്തം പ്രാണനെ കൊടുക്കുവാൻ സ്വർഗത്തിൽ നിന്ന് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നല്ലാതെ അബദ്ധത്തിൽ നടന്നു പോയപ്പോൾ ആരെങ്കിലും പിടിച്ചു കയറ്റി ക്രൂശിച്ചതല്ല എന്നെ. അതുകൊണ്ട് ഞാൻ മരിക്കുന്നതിന് ഓർത്ത് നിങ്ങൾ ആരും കരയണ്ട. പിന്നെന്തിനാ കരയാൻ പറഞ്ഞത്? കാലം മുന്നോട്ട് പോകുമ്പോൾ അരനിക്കറിട്ട് തലതെറിച്ചു പോകുന്ന ഒരു തലമുറ നിനക്ക് വരും. ആ തലമുറയെ ഓർത്ത് കരയാനാ എന്റെ കർത്താവ് പറഞ്ഞത്. അതിന് സമയമില്ല. കർത്താവിനെ ഓർത്ത് വർഷാവർഷം കരയുക. എന്റെ പൊന്ന്, ചുംബിച്ചു കൊല്ലാൻ പോകുന്ന രംഗം അടൂരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ശമ്പു വെച്ച ചുണ്ടും വെള്ളമടിച്ച് കറുത്ത ചുണ്ടും കൊണ്ടാണ് എന്നും പറഞ്ഞ് അങ്ങോട്ട് ചെല്ലുന്നത്. എടോ കുഞ്ഞേ, യൂദായെക്കാളും വലിയ ചുംബനം കൊടുത്ത് നീ കർത്താവിനെ ഒറ്റാതെ ആമേ മാനസാന്തരപ്പെടൂ സ്നേഹിത, മാനസാന്തരപ്പെടൂ സ്നേഹിത. ആമേ നോക്കേ, വർഷാവർഷം ജനിപ്പിക്കും. അതുകൊണ്ടല്ലേ ആമേ ഇന്ന് ആമേ ഓരോരുത്തർ കളിയായി പറയുന്ന രംഗങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഓരോരുത്തര് VVIPകളൊക്കെ കാറി വന്നിറങ്ങി കടയിൽ വന്ന് ചോദിക്കുന്ന രസകരമായ ചില ചോദ്യങ്ങളുണ്ട്. യേശുവിന് എന്താ വില? 150. യോസേപ്പിനോ 100, മറിയയ്ക്കോ 100, ദൂതന്മാർക്കോ 50. ഭയങ്കര വിലയാണല്ലോ സാറേ. കുടുംബമായിട്ടെടുത്താൽ 200 രൂപയ്ക്ക് തരാം. വളരെ ദയനീയമാണ് സ്നേഹിത. ആമേൻ, കർത്താവിന്റെ കുടുംബത്തിന്റെ വിലയാണോ ഇത്? ആമേൻ, അതിനേക്കാൾ വലിയൊരു ദയനീയാവസ്ഥ ഞാൻ പറയട്ടെ. ആമേൻ, മാസം 3 കഴിയുമ്പോഴോ കിളയക്കാരൻ വന്ന് പറമ്പ് കിളയ്ക്കുമ്പോൾ യേശുവിന്റെ തല വാഴച്ചുകൂട്ടിയെന്ന് യോസേപ്പിന്റെ കാല് തെങ്ങിൻ ചൂട്ടി. സങ്കടമല്ലേ സ്നേഹിത? വഞ്ചിക്കപ്പെടരുത്. ആമേൻ, ഇന്നും ജീവനോടെ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന ആമേൻ ആളത്വമുള്ള കർത്താവിനെ ആമേൻ സ്നേഹിത, നീ പിന്നെയും ക്രൂശിക്കരുത്. 2004 ഡിസംബർ 26 ഞായറാഴ്ച പകൽ 10 മണി കഴികെ സൃഷ്ടാവായ ദൈവം സൃഷ്ടിയായ സമുദ്രത്തെ വിളിച്ചിട്ട് പറഞ്ഞു, സമുദ്രമേ ആലപ്പാട് തീരദേശത്തേക്ക് കയറിക്കോ. സൃഷ്ടാവ് ഓർഡർ കൊടുത്തു. സൃഷ്ടാവിന്റെ വാക്ക് സൃഷ്ടി അനുസരിച്ചതിന്റെ പേരാണ് സുനാമി. സ്നേഹിത, എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പക്ഷേ സമുദ്രം ചോദിച്ചു കാണും, ഇന്ന് തന്നെ കയറണോ? എന്താ കുഴപ്പം? അല്ല, ഇന്നലെ ക്രിസ്മസ് കഴിഞ്ഞേ ഉള്ളൂ, എല്ലാം വിറ്റായി കിടക്കുക. ക്രിസ്മസ് അതിനല്ലയോ സ്നേഹിത? എന്റെ ദൈവം പറഞ്ഞൊരു വാക്കിങ്ങനെയായിരിക്കും, സമുദ്രമേ ഇവർ ന്യായത്തെ കാഞ്ഞിരമാക്കുന്ന ജനമാ, നീതി പ്രസംഗിക്കുന്ന എന്റെ അഭിഷിക്തന്മാരെ നിലത്തിട്ട് ചവിട്ടുന്ന ജനമാ, അതുകൊണ്ട് കോംപ്രമൈസ് വേണ്ട, കയറിക്കോ. സ്വർഗം ഓടുകൊടുത്തപ്പോൾ സൃഷ്ടാവിന്റെ വാക്ക് സൃഷ്ടി അനുസരിച്ചതിന്റെ പേരാണ് സുനാമി. തീർന്നില്ല. ആത്മാവിനെ പ്രാപിച്ച ദൈവമക്കൾ ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ സ്തുതിക്കാൻ വകയുള്ളൊരു ദൂത് ഞാൻ പറയാൻ പോവാ. ആത്മാവിലാകുന്ന ഈ ദൂത് കേട്ട ആത്മാവിലാണ്, അല്ലാതെ നടുവേന വല്ലുവേന പിരിപ്പ് തരിപ്പ് ഉളക്ക് ഇതുപോലെ കൊട്ടൻ ചുക്കാതിക്കാരന്മാരാ ഇപ്പൊ സഭയെ കിടന്നടിക്കുന്നത്. ഇതൊന്നും കേട്ട ആത്മാവിലാകരുത്. ആമേൻ, ആത്മാവിലാകുന്നെങ്കിൽ ആ കേട്ടോ ദൂത്. 2004 ഡിസംബർ 26 ഞായറാഴ്ച പകൽ 10 മണി കഴികെ സൃഷ്ടാവായ ദൈവം സൃഷ്ടിയായ സമുദ്രത്തെ വിളിച്ച് തീരദേശത്തേക്ക് പകർന്നപ്പോൾ അഭിമാനത്തോടെ ഷമീർ പറയട്ടെ, ആലപ്പാട് തീരദേശത്തും കൊട്ടിപ്പാടി കലവില പറയുന്ന ദൈവമക്കളുള്ള സ്ഥലമാ. എന്നാൽ ഞായറാഴ്ച പകൽ 10 മണി കഴിഞ്ഞപ്പോൾ ദൈവജനം എവിടെ പോയി? ദൈവത്തെ ആരാധിക്കാൻ ആലയത്തിൽ പോയി സ്വന്തം മക്കളെ ദേശത്ത് നിന്ന് മാറ്റി നിർത്തിയേച്ച് ന്യായവിധി എന്റെ ദൈവം തീരദേശത്തേക്ക് അയച്ചപ്പോൾ അഭിമാനത്തോടെ ബൈബിൾ ഉയർത്തിപ്പിടിച്ച് ഷമീർ പറയട്ടെ, ഒരൊറ്റ ദൈവ പൈതൽ അവിടെ നഷ്ടപ്പെട്ടതായി ഇന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ യേശുവേ നീ അറിയണം, പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ സൂക്ഷിക്കുന്ന ഒരു ഉടയവൻ ഉയരത്തിലുണ്ട്. അതിലും കയറ്റുമില്ല തുറന്നു കിടക്കുന്ന വെന്തിക്കോസുകാരനെ കാണുമ്പം ചിലർക്കൊരു ചിന്തയുണ്ട്, ആർക്കും കയറിയെന്ന് തോണ്ടാവുന്ന ചെണ്ടയാ, നിന്റെ മനസ്സേ ഇരിക്കത്തേ ഉള്ളൂ. ഇതിന്റെ ഉടയവൻ ഉയരത്തിലുണ്ടെന്ന് നീ അറിഞ്ഞോണം കേട്ടോ. ആമേൻ. ഈ പുസ്തകം ഏൽപ്പിച്ചുകൊണ്ട് ഈ പട്ടണത്തിൽ ദൈവജനത്തെ സ്ഥാപിച്ച ഒരു ദൈവം ഉയരത്തിലുണ്ട്. അതുകൊണ്ട് ശ്വാസജീവിതം കുഞ്ഞുകളിയല്ല സ്നേഹിത.
പിന്നെ പലരും ഇതിനെ വെറുക്കുന്നു. എന്താ കാര്യം? കുടിച്ചും വലിച്ചും നടക്കുന്നവനൊക്കെ ഇതിനകത്ത് തിരുമേശമൊന്നും കൊടുക്കത്തില്ല. മര്യാദയ്ക്ക് ജീവിച്ചില്ലെങ്കിൽ ഇതിനകത്ത് വരണ്ടെന്ന് പറഞ്ഞ് വള്ളി ഇത് പുറത്താക്കും. അങ്ങനെയുള്ള ചില നിർബന്ധങ്ങളുള്ളതുകൊണ്ടാണ് പലർക്കും കണ്ടുകൂടാത്തത്. എനിക്ക് തിരുവനന്തപുരത്ത് പല അനുഭവങ്ങൾ തിരുവനന്തപുരത്ത് എനിക്കറിയാം. പലവിധമാകുന്ന ലോകപരമായ കൂത്തുകാഴ്ചയ്ക്ക് പോയെന്ന് പറഞ്ഞാൽ വിലക്കില്ല. നോക്കെ ബാറിൽ ക്യൂ നിൽക്കുന്ന വിശ്വാസിയെ കണ്ടാലും വിലക്കില്ല. കഴിഞ്ഞ ആഴ്ച റിലീസായ സിനിമയുടെ കഥ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരുന്നു വെച്ചാൽ കൊള്ളായിരുന്നോ? വിലക്കില്ല. ഇവിടെ ഏത് തരത്തിലുള്ള ആചാരത്തിൽ പോയാലും വിലക്കില്ല. ക്രിസ്തുവിന്റെ സുവിശേഷം കേൾക്കാൻ പോയോ അന്ന് വിലക്ക. ആമേൻ. കേൾക്കുന്നുണ്ടോ സ്നേഹിത? ആമേൻ. ശ്രദ്ധിക്കൂ. 2004 ഡിസംബർ 26 ആ പ്രവചനവും നിവർത്തിയായി. ഉപദേശി പറഞ്ഞു ബൈബിൾ പ്രവചന ഗ്രന്ഥമാണ്. അതിലെഴുതിയ കാര്യങ്ങളൊക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലായി. അതിനിപ്പോ എന്താ? അത്രയും മനസ്സിലായെങ്കിൽ അടുത്ത ചിന്തയിലേക്ക് വരാം. അങ്ങനെ വേദപുസ്തകത്തിൽ എഴുതപ്പെട്ട ചെറുതും വലുതുമായ പ്രവചനങ്ങൾ 2014 കമ്പ്യൂട്ടർ യുഗത്തിൽ നിവർത്തി ആയെങ്കിൽ എന്നെ കേൾക്കുന്ന ദേശമേ, ഇനി നിവർത്തിയാകാൻ പോകുന്ന ഒരു പ്രവചനമാ ഞാൻ കുറിവാക്യമായി വായിപ്പിച്ചത്. അത് പ്രവാചകൻ പറഞ്ഞതല്ല, പുരോഹിതൻ പറഞ്ഞതല്ല, രാജാക്കന്മാർ പറഞ്ഞതല്ല, നേതാക്കന്മാർ പറഞ്ഞതല്ല. സാക്ഷാൽ ദൈവമായ ക്രിസ്തു സ്വന്തം നാവ് കൊണ്ട് പറഞ്ഞു, ഞാൻ പോയതുപോലെ തന്നെ മടങ്ങി വരും. ഇനി താങ്കൾ പറയൂ സ്നേഹിത. താടിയുടെ അറ്റം നിവർത്തിയായെങ്കിൽ, തലമുടി വടിക്ക് നിവർത്തിയായെങ്കിൽ, വസ്ത്രധാരണം നിവർത്തിയായെങ്കിൽ, മനുഷ്യൻ ആകാശത്ത് പറന്നെങ്കിൽ, നക്ഷത്രമണ്ഡലങ്ങളിൽ കാലുകുത്തിയെങ്കിൽ, സമുദ്രത്തിലെ തിരമാല ഭൂമിയിലേക്ക് വന്നെങ്കിൽ, യേശു സ്വന്തം നാവ് കൊണ്ട് പറഞ്ഞത് നടക്കാതിരിക്കുമോ? Never, never, never. He will come again. എന്റെ കർത്താവ് വേഗം വരാൻ പോവുകയാണ്. ഒരിക്കൽ നിലമ്പൂർ ഭാഗത്ത് ഞാനൊരു പ്രസംഗം കഴിഞ്ഞ് 1-ാം ദിവസം നിർത്തി, ബാക്കി നാളെ തുടരുമെന്ന് പറഞ്ഞു. കാര്യം കർത്താവിന്റെ വരവും അന്ത്യകാല സംഭവവും. ആമേൻ. സ്വർഗവും നരകവും ന്യായവിധിയാണ് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം. ന്യായവിധിയിൽ എത്തണമെങ്കിൽ മിനിമം 3 ദിവസം കൊണ്ട് എത്തിക്കാൻ പറ്റും. ഇന്നൊന്നും പോരെന്നാലും 3 ദിവസം കൊണ്ട് നമുക്ക് എത്തിക്കാം. അപ്പോൾ 1-ാം ദിവസം കർത്താവ് വരുമെന്ന് പറഞ്ഞ് 9:30 മൈക്ക് കൈമാറി എന്നെ പരിചയപ്പെടാൻ ഒരു സഹോദരൻ ഇതുപോലെ റോഡിൽ കേട്ടുകൊണ്ട് നിന്നൊരു സഹോദരൻ എന്നെ പരിചയപ്പെടാൻ വന്നു. എന്നോട് മിണ്ടി, സാറേ നല്ല പ്രസംഗമൊക്കെ കൊള്ളാം എല്ലാം പറഞ്ഞു. ഒരു സംശയം ചോദിച്ചോട്ടെ? ഞാൻ പറഞ്ഞു, പിന്നെ തീർച്ചയായിട്ടും ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, ജനാധിപത്യല്ലേ, ചോദിക്കാം, ധൈര്യമായിട്ട് ചോദിക്കാം, ഒരു കുഴപ്പമില്ല. ഉടനെ പുള്ളി ചോദിക്കുക, അല്ല എന്ന് വരും? ഞാൻ ചോദിച്ച ആര്? അല്ല യേശു വരുമെന്നല്ലയോ പറഞ്ഞു. പുള്ളി എന്നാ വരുന്നേ? ആ ഡേറ്റ് ഒന്ന് പറഞ്ഞേ. ഞാനാകെ കുഴഞ്ഞു. കാര്യം എന്താ? ബൈബിളിൽ ഒരു ഡേറ്റ് ഉണ്ടോ? ഇല്ല. ഡേറ്റ് ഇല്ലെന്ന് പറഞ്ഞാൽ ഈ പുള്ളി എന്നോട് ചോദിക്കും, ആ ചെറുതും വലുതുമായ വിഷയങ്ങൾ സംഭവിക്കാൻ പോകുന്നത് നേരത്തെ എഴുതി വെച്ച ദൈവത്തിന് വരുന്ന ഡേറ്റ് എന്താ അറിയത്തില്ലായിരുന്നു ചോദിച്ചാൽ ഞാൻ കുഴഞ്ഞില്ല അച്ഛാ. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞു, ചേട്ടാ ഇന്നത്തെ സമയം കഴിഞ്ഞു, ഇനി നാളെ വൈകിട്ട് കർത്താവ് വന്നില്ലെങ്കിൽ ഞാൻ വരും, ഇതിന്റെ ബാക്കി പറയും. അപ്പൊ ചേട്ടനെ കേൾക്കാം, അതുവരെ ഒന്ന് ക്ഷമിച്ചുകൂടെ? ഏതായാലും വീട്ടിൽ ചേച്ചിയും പിള്ളേരും ഒക്കെ ക്ഷമിക്കുന്നുണ്ടല്ലോ. എവിടെ? സീരിയലുകാർ തുടരുമെന്നിട്ട് കഴിയുമ്പോൾ പിറ്റേന്ന് സന്ധ്യ വരെ കഞ്ഞി പോലും കുടിക്കാതെ അവർ ക്ഷമിക്കുന്നില്ലയോ? എന്തായി അല്ലേ? ആര് കൈവക്കല്ലേ? അല്ല, ചിലർ ദൂതേറ്റെടുക്കും, എൻ്റെ കാര്യമാണ്. വേണ്ട കൈവക്കണ്ട. അപ്പോൾ അതുകൊണ്ട് നാളെ വൈകിട്ട് വരെ ഒന്ന് ക്ഷമിക്ക എന്ന് പറഞ്ഞു. എന്നാ നാളെ വൈകിട്ട് ഞാൻ വരും എന്ന് പറഞ്ഞ് പുള്ളി പോയി. എൻ്റെ ദൈവദാസന് അന്ന് എനിക്ക് വിശ്രമിക്കാൻ തന്ന റൂമിൽ ഇരുന്ന് ഞാൻ കരച്ചിലൂടെ, കാര്യം ഉറക്കമുണ്ടോ? നാളെ എവൻ വന്ന് ഡേറ്റ് ചോദിക്കുമ്പോൾ ഞാൻ ഏത് ഡേറ്റ് പറയാനാ? കർത്താവേ, നിനക്കൊരു ഡേറ്റ് എഴുതി വെച്ചിട്ട് ഒക്കൂടായിരുന്നു എന്ന് ദൈവസന്നതിയും മുട്ടുകുത്തി. എൻ്റെ ദൈവത്തിന് മാത്രമുള്ള ഒരു ട്രേഡ് മാർക്ക് ISI മുദ്രയുണ്ട്. എന്താ? അവൻ മറുപടി പറയുന്ന ദൈവം, അവൻ സംസാരിക്കുന്ന ദൈവമാ. എന്റെ ദൈവം എന്നോട് ഇടപെടാൻ തുടങ്ങി. കുഞ്ഞേ, ഞാനൊരു ഡേറ്റ് എഴുതി വെച്ചെങ്കിൽ മൊത്തം കുഴപ്പമാടാം. ഞാൻ ആത്മാവിൽ ചോദിച്ചു, എന്ത് കർത്താവെ കുഴപ്പം? എനിക്ക് മനസ്സിലായില്ല, ഒന്ന് പറഞ്ഞു തന്നേ. എന്റെ ചിന്തയെ കർത്താവ് ഇങ്ങനെ കൂട്ടിക്കൊണ്ടുപോയത് ഇങ്ങനെയാണ്. മോനെ, 2014 ഡിസംബർ മാസം 30-ാം തീയതി വൈകിട്ട് 4 മണിക്ക് ഞാൻ വരും എന്ന് ഈ പുസ്തകത്തിൽ എഴുതിയിരുന്നെങ്കിലോ? അങ്ങനെ എഴുതിയിട്ടൊന്നുമില്ല. ഇനി പകുതി ഉറങ്ങിയവരാരും വെളിയിൽ ഇറങ്ങിയെന്ന് പറയുന്നത്. ഷമീർ പറഞ്ഞു 30-ാം തീയതി വരുമെന്ന്. ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ എഴുതിയിരുന്നെങ്കിലോ എന്നാ ചോദ്യം.
അപ്പൊ ഞാനും ദൈവത്തോട് ചോദിച്ചു, എങ്കിലോ? അപ്പൊ കർത്താവ് പറയാ, എങ്കിൽ നിന്റെ പ്രസംഗം കേൾക്കാൻ ഇന്ന് ഒരെണ്ണം ഇവിടെ വരത്തില്ല. ഞാൻ ചോദിച്ചു, അതെന്നാ കർത്താവ്? കർത്താവ് പറയാ, അങ്ങനെ ഒരു ഡേറ്റ് ഉണ്ടെങ്കിൽ ജനത്തിന് പള്ളി വേണം, പ്രാർത്ഥന വേണം, ഉപവാസം വേണം, വിശുദ്ധി വേണം, വേർപാട് വേണം, കൺവെൻഷൻ വേണം, ഒന്നും വേണ്ട. തോന്നിയതും കാണിച്ച് അടിച്ച് പൊള്ളിച്ച് മതിച്ച് കൂട്ടിച്ച് ഉരുണ്ട് വരണ്ട, അങ്ങോട്ട് ജീവിക്കുക. എന്നിട്ടോ 2014 ഡിസംബർ മാസം 30 വൈകിട്ട് ഒരു 3:30 കൂട്ടത്തോടെ അങ്ങോട്ട് മാനസാന്തരപ്പെടുക. എന്തിനാ? 4 മണിക്ക് പോണ്ടേ? അപ്പൊ ദൈവത്തിന് ഡേറ്റ് അറിയാഞ്ഞിട്ടല്ല എഴുതാഞ്ഞ. പിന്നെയോ, മനുഷ്യൻ ആരാ മോനെന്ന് തമ്പുരാന് നല്ലപോലെ അറിയാവുന്നതുകൊണ്ടാ ഡേറ്റ് എഴുതാഞ്ഞ. പിടികിട്ടിയോ? അതുകൊണ്ട് പിറ്റേന്ന് ഞാൻ തൻ്റെ ഇടത്തോടൊക്കെ പ്രസംഗിച്ചു, നീ ആരാ മോനെന്ന് തമ്പുരാൻ അറിയാം, അതുകൊണ്ടാ ഡേറ്റ് എഴുതാഞ്ഞ. അപ്പോഴും അടുത്ത ചോദ്യം വരും, പിന്നെ നിങ്ങൾ എങ്ങനെ അറിയൂടോ ഉപദേശി യേശു വരുന്ന എന്നാന്ന്? അതിന് വഴിയുണ്ട്. അതെന്ത് വഴി? കാർമേഘ ഉരുണ്ടുകൂടുമ്പോ കറിയാച്ചം പറയും, അറിയാമേ കുണ്ട് പറക്കി അകത്തിലടി മഴ പെയ്യാൻ സാധ്യതയുണ്ട്. അച്ചാച്ചൻ എങ്ങനെ മനസ്സിലായി? എടി ലക്ഷണം കണ്ടില്ലയോ? ലക്ഷണം കണ്ടപ്പോ അച്ചാച്ചന്റെ കാര്യം പിടികിട്ടിയെങ്കിൽ, സ്നേഹിത, യേശു വരുന്ന ഡേറ്റ് ബൈബിളിൽ ഇല്ല, സത്യം. എന്നാൽ 2000 വർഷങ്ങൾക്കപ്പുറം എന്റെ കർത്താവ് ഒരു മലയിലിരിക്കുമ്പോൾ ശിഷ്യന്മാരടുക്കൽ വന്ന് ചോദിക്കുന്നു, നാഥാ, അങ്ങയുടെ വരവിന് ഞങ്ങൾക്ക് അടയാളം പറഞ്ഞു തരണമെന്ന് പറയുമ്പോൾ കർത്താവ് പറഞ്ഞു കൊടുത്ത അടയാളങ്ങൾ 2014 കമ്പ്യൂട്ടർ യുഗത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ യേശു വരും നിശ്ചയം. സംഭവിക്കുന്നുണ്ടെങ്കിലെന്ന് പറയാതെ ഉപദേശി, സംഭവിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് കേൾക്കുന്നവർ തീരുമാനിച്ചോ. അടയാളം ഞാൻ പറഞ്ഞു തരാം. 1, കർത്താവ് ആദ്യം പറഞ്ഞിങ്ങനെ, ആരും നിങ്ങളെ തെറ്റിപ്പാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഇത് ഞാൻ വിശദീകരിക്കേണ്ടതാ, പിന്നെ ചില സാഹചര്യ നിമിത്തം ഞാൻ പറയുന്നില്ല. കാര്യം ഇന്നിവിടെ കൃപ ഇറങ്ങിയിട്ടുണ്ട് കുറെ പിശാചിന്റെ ഏജന്റുമാര്. വിവരിക്കേണ്ടത് പേര് സഹിതം, അതാണ് എൻ്റെ രീതി. പക്ഷെ ഇവിടെ ഞാനത് വിടുകയാണ്. ആമേൻ. എനിക്ക് അടുത്ത വിഷയത്തിലേക്ക് വരണം, ഞാനങ്ങ് വിടുക. ശ്രദ്ധിക്കണേ. ആമേൻ. ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അടുത്തത്, അങ്ങനെ പറഞ്ഞു വരുമ്പോൾ കർത്താവ് പറഞ്ഞ പ്രധാനപ്പെട്ട അടയാളങ്ങൾ പറഞ്ഞ് ഞാൻ അടുത്ത പോയിന്റിലേക്ക് വരാം. എല്ലാം പറയാൻ സമയമില്ല. കർത്താവ് പറഞ്ഞ ഇങ്ങനെയാണ്, അത്തി തളിർക്കുമ്പോൾ വേനലെടുത്തെന്നറിയണം. പ്രധാനപ്പെട്ട ഒരു അടയാളം എന്താ? ആമേൻ. യഹൂദനെ നോക്കി കർത്താവ് പറഞ്ഞ അടയാളമാ. എന്താ? ഇസ്രായേൽ ശക്തി പ്രാപിക്കും. അത്തി തളിർക്കും. അതിനകം കണ്ട് കൊഴിഞ്ഞു പോയോ ഉപദേശി? അല്ല, ഈ കൊഴിഞ്ഞ മരം വലിയ വെച്ചാ പിന്നെ തളർക്കുന്നത്. അപ്പൊ ഇസ്രായേൽ ശക്തി പ്രാപിക്കും എന്ന് പറയാൻ അതങ്ങാണ്ട് കൊഴിഞ്ഞു പോയോ? പിന്നെ കൊഴിഞ്ഞില്ലേ എന്ന് ചരിത്രത്തിന്റെ നാളുകളൊന്ന് പഠിക്കൂ സ്നേഹിത. AD 70 കാട്ടാനകളെ കൊണ്ടുവന്ന യെരൂശലേം ദേവാലയത്തിന്റെ അടിസ്ഥാന കല്ല് വരെ കുത്തിയിളക്കി, കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ദേവാലയം പൊളിക്കപ്പെട്ടു. അത് ചരിത്രം. അന്ന് പ്രാണൻ രക്ഷിപ്പാൻ ലോകത്തിന്റെ നാനാ ഭാഗത്തേക്കും ചിതറിയോടിയ യഹൂദൻ കൊല്ലത്ത് തങ്കശ്ശേരിയിലും എറണാകുളത്ത് ഫോർട്ട് കൊച്ചിയിലും വരെ പാർത്തിരുന്നു എന്ന ചരിത്രത്തിന്റെ താളുകളിൽ കോറിയിട്ടിരിക്കുന്നു. അന്ന് കൊഴിഞ്ഞ യഹൂദൻ പിന്നെ എന്ന് തളർത്തുപദേശി? അതേ ചരിത്രം പറയുന്നു. 1948 മെയ് മാസം 14 UNOയുടെ അംഗീകാരത്തോടെ ഇസ്രായേൽ ഒരു രാജ്യമായി പ്രഖ്യാപിക്കപ്പെട്ടു. ഭൂപടത്തിൽ തിരികെ കയറി. തീർന്നില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളായി പത്രം TV മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കഥാപാത്രം ഇസ്രായേൽ ശക്തി പ്രാപിച്ചിരിക്കുന്നു. സ്നേഹിത, അത്തി തളർത്തു. തീർന്നില്ല. യേശു പറഞ്ഞ അടുത്തടയാളം, എന്റെ വരവെടുക്കുമ്പോൾ ക്ഷാമവും ഭൂകമ്പങ്ങളും അവിടങ്ങളിൽ ഉണ്ടാകും. ചോദിക്കട്ടെ, ക്ഷാമമുണ്ടോ നമ്മുടെ നാട്ടിൽ? ഉണ്ടോ? ക്ഷാമമുണ്ടോ? എന്തുവാ ക്ഷാമം എന്നറിയാതെ എങ്ങനെ ഉണ്ടോ ഇല്ലെന്ന് പറയുന്നു? വരൾച്ച ആയിരിക്കും വലിയ പാസ്റ്ററേ, അത് മഴ പെയ്തപ്പം മാറിയില്ല അമ്മേ. അപ്പൊ അല്ല, പിന്നെന്തുവാ ഈ ക്ഷാമം? വിലക്കയറ്റം ഒരു ക്ഷാമമാണ്. എന്താ കാര്യം? ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ സകലത്തിന്റെയും വില ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുക. പലരും പറഞ്ഞു, അതൊക്കെ മാറും, ആനയാവും, ചേനയാവും, കോഴിയെ ഓടിച്ചിട്ട് പിടിക്കും, മുട്ടയിടും. ഒന്നും സംഭവിച്ചില്ല. ശ്രദ്ധിച്ച് കേൾക്കണേ. ആമേൻ. വിലക്കയറ്റം അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. ആമേൻ. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ സകലത്തിന്റെയും വില കൂടുക. ഭരണാധികാരികളെ പലരും കുറ്റം പറയും, ഇന്നാള് ഭരിച്ചോണ്ട് ഇന്നാൾ. ഞാൻ ഇവരെ ആരെയും കുറ്റം പറയത്തില്ല. കാരണം എന്തെന്നറിയാമോ? ആമേൻ. ഇത് പ്രവചന നിവർത്തിയാ.
ഇവരൊന്നും വിചാരിച്ചാൽ ഒന്നും ചെയ്യാൻ, ഒരു ചുക്കും ചെയ്യാൻ ഒക്കത്തില്ല. ഇനിയും ഇതിന്റെ എല്ലാം വില കൂടിക്കൊണ്ട് തന്നെ ഇരിക്കും. പെട്രോളിന്റെ വില ആഴ്ചയാഴ്ച കൂടുക അല്ലേ? ഇവന്മാരൊക്കെ വലിയ തലയുള്ളവന്മാരാ. സത്യത്തിൽ അവന് കൂട്ടേണ്ടത് 8 രൂപയാ, അവൻ 10 കൂട്ടും. എന്തിനെന്നറിയാമോ? അവനറിയാം കൂട്ടുന്ന ഉടനെ ഇവിടെ ഹർത്താൽ വരും. ഹർത്താൽ വരുമ്പോൾ 2 രൂപ കുറയ്ക്കേണ്ടി വരും. കണക്ക് കൂട്ടി 10 കൂട്ടും. നമ്മുടെ ചേട്ടന്മാർ ഹർത്താൽ വെക്കും, അവർ 2 കുറയ്ക്കും. അവരും ഹാപ്പി, നമ്മളും ഹാപ്പി. നാടകമേ ഉലകം. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതൊക്കെ തന്നെ ഇവിടെ നടക്കുള്ളൂ. സകലത്തിന്റെയും വില എന്തിന്? അരിവില പോലും ഒരാഴ്ച കൊണ്ട് 10 രൂപ കൂടി കൊച്ചു കേരളത്തിന്. ശരിയാണോ ചാ? ഞാൻ ഇത് പറയുമ്പോൾ ചിലപ്പം ഈ കോളാമ്പി കൂടെ ഒക്കെ കേൾക്കുന്നവര് മനസ്സിൽ ലഡ്ഡു പൊട്ടിച്ചിരിക്കും. എന്താ കാര്യം എന്നറിയാമോ? ഞങ്ങൾക്ക് ഇവിടെ 2 രൂപയ്ക്ക് 1 രൂപയ്ക്ക് കാര്യം ഉണ്ടോ ഉപദേശി? 1 രൂപയ്ക്ക് അരി കിട്ടുന്നത് എനിക്ക് പരാതിയൊന്നുമില്ല. പക്ഷേ എന്റെ ചോദ്യം താങ്കൾ ശ്രദ്ധിച്ചു. 1 രൂപയ്ക്ക് അരി കിട്ടുന്നുണ്ട്, ഇവിടെ ക്ഷാമം മാറുന്നുണ്ടോ? ഇല്ല. എന്താ കാര്യം? പറഞ്ഞുതരാം. 1 പാടും 2 പാടും അരിക്ക് പോകുന്ന ആരാച്ചാ? അംബാനി പോവോ? ഇല്ല. ടാറ്റായും ബിർളായും പോവോ? ഇല്ല. ഇവിടുത്തെ പണച്ചാക്ക് പോവോ? നീതി സ്റ്റോറിൽ ക്യൂ നിന്ന് 1 പാടരിക്ക്? ഇല്ല. പിന്നെ ആരാ പോകുന്നത്? പാവപ്പെട്ട തൊഴിലുറപ്പ്, കൊത്തപ്പണി, ടാപ്പിംഗ്, കൂലിപ്പണി, കുടുംബശ്രീ. ഈ പാവങ്ങളാണ് 1 പാടരിക്കും. ഇതേ പാവങ്ങളാണ് സർക്കാരിന്റെ വേറൊരു ആഫീസിലും പോകുന്നത്. ഏതാഫീസാ? ഇച്ചിരി വിലയുള്ള ആഫീസാ. ബിവറേജ് കോർപ്പറേഷൻ. കുപ്പിയെടുക്കാൻ. ഇത് 2 സർക്കാരിന്റെ ആഫീസാ. നീതി സ്റ്റോറും സർക്കാരിന്റെ, ബിവറേജും സർക്കാരിന്റെ. അങ്ങനെങ്കിൽ ഇത് 2ഉം തമ്മിൽ ഒരു ചേട്ടാനിയം ബന്ധമാ. നിങ്ങൾക്കറിയാവോ? നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ, ഞാൻ പറഞ്ഞു തരാം. എന്തോ ചേട്ടാനിയം ബന്ധം പറഞ്ഞു തരാം. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ. ഒരു മേശിരിപ്പണിക്കാരൻ വൈകിട്ട് ജോലിയെല്ലാം കഴിഞ്ഞ് 400 രൂപ ശമ്പളം മേടിച്ച് പോക്കറ്റ് വെച്ചു. ക്ലിയർ ആണ്? കാലും കയ്യും കഴുകി നേരെ നടക്കുക. എവിടെ? ബിവറേജിലേക്ക്. തലേ തോർത്തുവിട്ടോണ്ട് നിൽക്കുക കുപ്പിയെടുക്കാൻ. തൊട്ടുപുറകെ ഹെൽമറ്റ് വെച്ചോണ്ട് മോൻ നിൽപ്പുണ്ട്. അത് പുള്ളി അറിയുന്നില്ല കേട്ടോ. അപ്പോൾ അപ്പൻ തോർത്തിട്ടോണ്ട് മോൻ ഹെൽമറ്റ് വെച്ചോണ്ട് 2 പേരും നിൽക്കുക കുപ്പിയെടുക്കാൻ. 400 300 കൊടുത്ത് കുപ്പിയെടുത്ത അപ്പൻ ബിവറേജിന്റെ മൂലെ മാറിയിരുന്ന് കുപ്പി അടിച്ചു തീർത്തു. കുപ്പി കാലിയായി. അപ്പൻ ഫിറ്റായി. മിച്ചം 100 അതും കൊണ്ട് കാലിക്കുപ്പിയും കൊണ്ട് അപ്പൻ ആടി ബിവറേജിന്റെ അടുത്തുള്ള ആക്രിക്കട വന്നു. കാലിക്കുപ്പി അവിടെ കൊടുത്തു. കുപ്പിക്ക് കിട്ടി 3 രൂപ. അരിക്ക് എത്രയേ ഉള്ളൂ? 1 രൂപ. എത്ര കിലോ അരിയായി? 3 കിലോ. മറിയാമ്മയ്ക്ക് പരാതിയില്ലേ? കാര്യം അരി അവിടെ തുന്നു. 3 കിലോ അരിയും കയ്യിൽ കിട്ടി. ഈ മനുഷ്യൻ സന്തോഷത്തോടെ പോകുമ്പോൾ ഈ മനുഷ്യൻ അറിയുന്നുണ്ടോ? 1 രൂപയ്ക്ക് അരി കിട്ടിയപ്പോൾ അരിവിലയുടെ എത്രയോ മടങ്ങ് കുപ്പിയുടെ രൂപത്തിൽ സർക്കാരിന്റെ പോക്കറ്റിൽ തിരിച്ചിട്ടേച്ചാ ഈ പോക്ക്. അതവൻ അറിയുന്നുണ്ടോ? ഇല്ല. അതേ കുപ്പിയുടെ പുറത്ത് വെണ്ടയ്ക്ക പോലെ എഴുതി വെച്ചിരിക്കുക, മദ്യപാനം ആരോഗ്യത്തിന്. എന്തൊരു വിരോധാഭാസം അത് നോക്കി. എടാ, ആരോഗ്യത്തിന് ആര് വരുന്ന വിഷമാണ്, പിന്നെ ഈ പുല്ലത്തിനാ കൊടുക്കുന്നത്? അങ്ങ് നിർത്ത്. അയ്യോ, അങ്ങനെ പറയല്ലേ. അത് കൊടുത്തെങ്കിലേ 1 രൂപയ്ക്ക് അരിയുള്ളൂ. കാര്യം ഇതിൽ പോന്നെ അതിൽ പിടിച്ചോണ്ടിരിക്കുക. ഇത്രയും വരുമാനം കിട്ടുന്നൊരു സാധനം നിർത്താനോ ഉപദേശി അവിടുന്ന്. അതാ ചേട്ടാനിയും ബന്ധം. ഇവനിതറിയുന്നുണ്ടോ? ഇവനിതറിയുന്നില്ല. അവൻ ഈ 3 കിലോ അരിയും കൊണ്ട് ആടി വീട്ടിൽ പോകുമ്പോൾ അതാ വഴിയരികിൽ ഒളിച്ചിരുന്ന് നിറപിടിക്കുന്ന ജീവി പിടിച്ചു. ഊതടാന്ന് പറഞ്ഞു ഊതി. ബാക്കി 100 അവനും കൊണ്ടുപോയി. ചുരുക്കി പറഞ്ഞ എന്താ നിങ്ങൾ ചിരിച്ച? സത്യമല്ലേ? എന്റെ അമ്മാമ്മയെ വിൽക്കുന്നിടത്ത് പോലീസ് കാവല്. വിറ്റ് കഴിഞ്ഞ വളവില്. മനസ്സിലായില്ല? വിൽക്കുന്നിടത്ത് അടി ഉണ്ടാകാതിരിക്കാൻ കാവല്, വിറ്റ് തീർന്ന വളവില്. കാര്യം ഇവ അതിലല്ലേ വരുന്നത്. ചുരുക്കി പറഞ്ഞാൽ അധ്വാനിച്ച 400 കയ്യിൽ നിന്ന് പോയപ്പോൾ 3 കിലോ അരി കിട്ടിയതിന്റെ പേരാണ് വികസനം. പിടികിട്ടുന്നുണ്ടോ? ഞാൻ ഇത് പറയുമ്പോ ചിലർ പറയാം, അങ്ങനെ പറ മോനെ, യവന്മാര് ഭരിച്ചു. ആര് ഭരിച്ചാലും ഇതൊക്കെ തന്നെയാ. അത് ഇന്നയാള് ഭരിച്ചോണ്ടാന്ന് ഞാൻ പറയത്തില്ല. കാരണം ഞാൻ പാർട്ടിക്കാരനല്ല, പാസ്റ്ററാണ്. സോറി. അതുകൊണ്ട് ആര് ഭരിച്ചാൽ ഇത് ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കൂ. മനസ്സിലാവുന്നുണ്ടോ? എന്നാൽ മദ്യപാനിയായി ഇന്ന് രാത്രി ആരെങ്കിലും ഈ ശബ്ദപരിധിയിൽ എന്നെ കേൾക്കുന്നെങ്കിൽ, ബഹുമാന്യ സോദര, എനിക്ക് 2 വാക്ക് താങ്കളോട് പറയാനുണ്ട്. മദ്യപാനിയായ നീ അറിയുന്നുണ്ടോ? നീ കൊടുക്കുന്ന 30, 40, 50 കൊണ്ട് മദ്യരാജാക്കന്മാർ അവന്റെ മക്കളെ പഠിപ്പിച്ച് ഡോക്ടറാക്കുക, എഞ്ചിനീയറാക്കുക, വിദേശത്തയച്ച് പഠിപ്പിക്കുക. നീ കൊടുത്ത കാശ് കൊണ്ട് അവന്റെ മകൻ ഡോക്ടറായി കഴുത്തെ കുടലും തൂക്കി ആശുപത്രി വരാന്തേ കൂടെ കുണുങ്ങി നടന്നു വരുമ്പോൾ മദ്യപാനിയായ നീയോ അവന്റെ മുമ്പിൽ പോയി നെഞ്ചും പിരിച്ച് കിടക്കുക. നീ കൊടുത്ത കാശ് കൊണ്ട് ഡോക്ടറായവൻ നിന്റെ നെഞ്ചത്ത് കുഴൽ വെച്ചിട്ട് പറയും, നന്ദിയുണ്ട് ചേട്ടാ, നന്ദിയുണ്ട്. എന്തിനാ? ചേട്ടൻ കൊണ്ട് കൊടുത്ത 30, 50 കൊണ്ടാ എന്റെ പപ്പ എന്നെ ഡോക്ടറാക്കിയ നവം പറയുമ്പോൾ മദ്യപാനി നീയോ നിന്റെ കരൾ അരിപ്പായി, നിന്റെ ആർത്ത്
വീക്കായി ഈ അവന്റെ മുമ്പിൽ വളർന്നു കിടക്കുമ്പോൾ, മദ്യപാനി നിന്റെ മക്കളോ നാളെ ലോകം അറിയപ്പെടുന്ന ഒന്നാം തരം കുടിയൻ അല്ലെങ്കിൽ കൊലപാതകൻ